Good morning. Good morning, Miss. Good Good morning. morning, miss. Good morning, miss. Good morning, Miss. Good morning. Good morning, ma'am. Morning. Good morning, ma'am. Morning. Good morning to all. Good morning. Morning. എങ്ങനെയുണ്ടായിരുന്നു ക്രിസ്മസ് ഒക്കെ? നന്നായിരുന്നു, കുഴപ്പമുണ്ടായിരുന്നു. കുട്ടികളൊക്കെ വീട്ടിലുണ്ടായിരിക്കുമല്ലേ? വെക്കേഷൻ ആയതുകൊണ്ട്. അതെ അതെ. ട്രിപ്പ് ഒന്നും പോയില്ലേ നിങ്ങള്? ട്രിപ്പ് ഒന്നും പോയില്ലേ? ഇനിയാണ് വേണം പോകാൻ ട്രിപ്പ്. നിങ്ങൾക്ക് മൺഡേ രണ്ടു ദിവസമല്ലോ, ഇന്നലെ വരെയല്ലേ ഒഴിവെന്നുള്ളൂ. മൂന്ന് ദിവസമല്ലേ നിങ്ങൾക്ക് ഒഴിവ് തന്നുള്ളൂ ക്ലാസ്സിന്? Monday മുതൽ. എല്ലാവരും എത്തിയോ? പ്രിയർ ആരാണ്? ഞാനാണ് മിസ്. സ്റ്റാർട്ട് ചെയ്യട്ടെ? As we all know, we will shine upon the stars. You show your love, God, you're beautiful. You told me you'll be there for me. I feel your love, 'cause I do believe as you smile down on me. To love, to learn, to live. You taught us how to love, and you taught us how to live. God, you know that is true. All our beliefs in you. We are flying high, Lord's Academy. To love, to learn, to live. Lord's Academy, shine upon the stars. You show your bliss, God, you're wonderful. Our dreams are skying high. Climb the ladder up to the sky. This corridor, that fragrant rose, taught us how to love, to learn, to live. To love, to learn, to live. Forevermore to love, to learn, to live. Forever, Lord. നന്നായിട്ടുണ്ട് കേട്ടോ. Thank you, miss. ഹലോ തോട്ട് മാം. ഓഫ് ദ ഡേ ആരാണ്? മാം ഞാനാണ്. ഹലോ മാം, കേൾക്കാവോ? ആ കേൾക്കാം.
Good morning, all of you. A warm welcome to our honorable faculty, Adira ma'am, signing from Safida Junaid from Malappuram. Today's thought: the best way to predict the future is to create it. The best way to predict the future is to create it. Abraham Lincoln. Thank you, all of you. Okay. എന്തായിരുന്നു ക്രിസ്മസ് സ്പെഷ്യൽ ആയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും എക്സ്പീരിയൻസ് പറയാനുണ്ടോ? ഒന്നുമില്ല. ഹലോ മാം, ഞങ്ങള് ക്രിസ്മസ് ഫ്രണ്ടിനെ തെരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു. ഈ നമ്മളുടെ ഈ ഗ്രൂപ്പിലോ? അതെ, ഞങ്ങള് അതായത് എലിജിബിൾ ആയിട്ടുള്ള ആൾക്കാർ മാത്രമായിട്ട് സെപ്പറേറ്റ് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് ഞങ്ങള് സ്പിൻ ചെയ്തിട്ട് തെരഞ്ഞെടുത്തു. ഇപ്പൊ ഗിഫ്റ്റ് ഒക്കെ അതിലോട്ട് ഷെയർ ചെയ്തോണ്ടിരിക്കുകയാണ്. ഗിഫ്റ്റ് ഷെയർ ചെയ്തോണ്ടിരിക്കുകയാണോ? എങ്ങനെയാ? അതെ, ഞങ്ങള് പോസ്റ്റ് ചെയ്യും. ചില ആളുകൾ ഫ്ലിപ്കാർട്ടിൽ അങ്ങനെ ഓർഡർ ചെയ്ത് അയച്ചു. ഗിഫ്റ്റ് ഒക്കെ കിട്ടി, റിസീവ് ചെയ്തു, കൊടുത്തു. കുറെ പേർക്ക് കിട്ടി, കൊടുത്തു. ഇതെപ്പോ ചെയ്തു? ഇതിപ്പം ഈ ക്രിസ്മസ് വെക്കേഷൻ തുടങ്ങിയ സമയത്ത് നമ്മുടെ രസ്നയാണ്, ഞാൻ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തു. രസ്നയാണ് ഫുൾ കോർഡിനേഷൻ ചെയ്തു. സ്പിൻ വീലൊക്കെ സെറ്റ് ചെയ്തു. ഒറ്റയ്ക്കിരുന്ന് എത്രയും 65 പേരുണ്ടായിരുന്നു നമ്മൾ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവർ. അങ്ങനെ റെഡിയായി. നല്ല രസമുണ്ടായിരുന്നു. ആ കിട്ടി, എല്ലാവർക്കും ഓൾമോസ്റ്റ് കിട്ടി. കുറച്ച് പേർക്ക് കിട്ടാണ്ട് കുറേ ഡേറ്റ് ടൈം പിടിക്കും, അതുകൊണ്ട് വെയിറ്റിംഗ് ആണ് ചിലവർക്ക് കിട്ടി. ന്യൂ ഇയർ ആകുമ്പോഴത്തേക്ക് കിട്ടുമെന്ന് വിചാരിക്കുന്നു. എന്തോ ന്യൂ ഇയർ ആകുമ്പോഴത്തേക്കെങ്കിലും ഗിഫ്റ്റ് കിട്ടുമെന്ന് വിചാരിക്കുന്നു. മാമിന് എങ്ങനെയായിരുന്നു ക്രിസ്മസ് ഒക്കെ? കല്യാണം കഴിഞ്ഞ ഫസ്റ്റ് ക്രിസ്മസ് നന്നായിരുന്നു. നമുക്ക് ഇവിടെ നമ്മുടെ മെയിൻ ഓഫീസ് ഉണ്ട്, അവിടെ ഒരു 100 സ്റ്റാഫുകളും ഉണ്ട്. അവിടെ വെച്ചായിരുന്നു നമ്മുടെ ഇവിടുത്തെ സെലിബ്രേഷൻ. അവിടെ വെച്ച് എല്ലാരും അപ്പായിരുന്നു തിരഞ്ഞെടുത്തത് ക്രിസ്മസിന്. നന്നായിരുന്നു. ഡാൻസ് പാട്ടൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ടീച്ചേഴ്സ് എല്ലാവരും പാട്ട് പാടി. കഴിഞ്ഞ ഓണം സെലിബ്രേഷൻ എല്ലാവരും ഡാൻസ് ചെയ്ത്. നമുക്ക് ഈ പ്രാവശ്യം സമയം നല്ല കളിക്കാനായിട്ട്. യൂണിറ്റ് 3 ആണ് എടുക്കുന്നത് കേട്ടോ, യൂണിറ്റ് 2 അല്ല, 3 ആണ് എടുക്കുന്നത്. 2 എടുക്കാം. അങ്ങനെ ഓർഡറിൽ എടുക്കൊന്നുമില്ല കേട്ടോ, ഓർഡറിൽ എടുക്കില്ല. അപ്പൊ മിസ്സിന്റെ ഒരു പാട്ടും കൊണ്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതൊന്നും നമ്മൾ സെലിബ്രേഷനിൽ പാടിയതല്ലേ. അനുശ്രീ ഉണ്ടാ ക്ലാസ്സിലെ? ഉണ്ട് മാം. അനുശ്രീ ഒരു പാട്ട് പാടാം. മാമിന് പകരം ഞാൻ പാടണം. നല്ലൊരു മലയാളം പാട്ട്. ഓക്കെ മാം. ശബ്ദം അടഞ്ഞിരിക്കാൻ എന്ത് പറ്റി? ശബ്ദം അടഞ്ഞിരിക്കാനുള്ള എന്ത് പറ്റി? അത് തൊണ്ട പൊടി ഡസ്റ്റ് എല്ലാം കൂടെ അടിച്ചു കയറി. അതെ അതെ. പാടാൻ പറ്റോ? പാടാം, കുഴപ്പമില്ല. ഓക്കെ. മിസ് കഴിഞ്ഞ ക്ലാസ്സിൽ പാടിയിട്ടുണ്ടായിരുന്നോ? പിന്നെ അയ്യോ, മിസ്സിന്റെ പാട്ട് കേട്ടില്ല. ഞാൻ റെക്കോർഡ് ക്ലാസ് ഒന്ന് കേട്ട് വെക്കട്ടെ. റെക്കോർഡ് ക്ലാസ് ഉണ്ടാകുന്ന പ്രശ്നം അതാ, ലൈവ് അല്ലേ നല്ലത്. അരികിൽ പതിയെ ഇടനെഞ്ചിൽ ആരോ മൂളും രാഗം, മിഴികൾ മൊഴിയും മധുരം കിനിയും നീ എന്നിൽ ഈണം. മഴയേ മഴയേ ഇളവയിൽ എൻ കനവിൽ അവളറിയാതെ തളിരണിയും പുലരികളിൽ
മഞ്ഞിൻ തൂവൽ വീശി മെല്ലെ ഞാൻ മെല്ലെ പുതുമഴയെ നിപുണരും പൂവിൻ മൗനം ഇതൾ വിരിയും ഇരാവിൻ നിറമോഹം മനമറിയാതെ തിരയുകയോ നീ എൻ്റെ ഉള്ളം നിന്നിൽ ഞാൻ മൗനമായി അലിയും അനുരാഗം നിന്മേ തൊട്ടു പൂമേട തോറും കാറ്റായി നീളേ നിന്നോടൊന്നു ചേരാൻ തുടിക്കും മോഹം മഴയേ പൂമഴയേ അരികിൽ പതിയെ ഇടനെഞ്ചിൽ ആരോ മൂളും രാഗം മിഴികൾ മൊഴിയും മധുരം കിനിയും നീ എന്നിൽ നീണം രാവിൽ പൊൻകനവായി ചാരയോടിയണയും നേരിൽ നീ വരവായ എന്നിൽ പൂക്കാലം നീയും ഞാനും എന്നും മറുതീരങ്ങൾ തേടി ഒന്നായി ചേർന്നു പാറും തേൻ കിളികൾ നിന്നെ ഞാൻ ഏകയായി തേടുമീ സന്ധ്യയിൽ നിന്നിലേക്കെത്തുവാൻ മോഹമോടെ അരികിൽ പതിയെ ഇടനെഞ്ചിൽ ആരോ മൂളും രാഗം മിഴികൾ മൊഴിയും മധുരം കിനിയും നീ എന്നിൽ ഈണം. താങ്ക് യു മാം. ഓക്കെ, കേട്ടോ. താങ്ക് യു. നമുക്ക് ചാപ്റ്ററിലേക്ക് വരാം. Unit 3, Socio-Emotional Development. Socio-Emotional Development. സാമൂഹിക വൈകാരിക വികാസത്തെ കുറിച്ച്, കുട്ടികളിലെ സാമൂഹിക വൈകാരിക വികാസത്തെ കുറിച്ചിട്ടുള്ള ഒരു ചാപ്റ്റർ ആണിത്. എന്താണ് ഇമോഷണൽ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാല്? നിങ്ങളുടേതായ ഭാഷയിൽ ഒന്ന് പറഞ്ഞേ, നിങ്ങൾക്കറിയാവുന്ന പോലെ ഒന്ന് പറഞ്ഞേ. വാട്ട് ഈസ് ഇമോഷണൽ ഡെവലപ്മെന്റ്? നമ്മുടെ ഇമോഷൻസിന്റെ സങ്കടം, സന്തോഷം, സ്നേഹം, അതിന്റെയൊക്കെ ഒരു വികാസം അല്ലേ? ഓക്കെ. പാരഗ്രാഫ് ഒന്ന് ഒരാൾ വായിക്കാവോ? ഞാൻ വായിക്കട്ടോ? ആരാ? ഞാൻ വായിക്കട്ടോ? വായിച്ചോ. Emotional development. Emotions are especially severe during the early childhood. This is a time of disequilibrium when children are not of focus in the scene that they are simply aroused to emotional eruptions. The severe emotionality in childhood is identified by tantrums, intense fear, and unreasonable outbursts of jealousy. Yes, okay. Thank you, ma. Yes. ഇവിടെ എന്താണ്? ഇമോഷൻസ് ആർ എസ്പെഷ്യലി സിവിയർ ഡ്യൂറിങ് ഏർലി ചൈൽഡ്ഹുഡ്. എന്താണ്? കുട്ടിക്കാലത്തെ വികാരങ്ങള് പ്രത്യേകിച്ചും ഭയങ്കര കഠിനമാണെന്നാണ് പറയുന്നത് അല്ലെ? ഇമോഷൻസ് ആർ ഡ്യൂറിങ് ഏർലി ചൈൽഡ്ഹുഡ് സിവിയർ ആണ്, അതായത് കഠിനമാണെന്നാണ്. അല്ലെ, നമ്മൾ കുട്ടികളെ ആലോചിച്ചാൽ മതി. കുട്ടികളുടെ വികാസങ്ങൾ അല്ലെങ്കിൽ കുട്ടികളുടെ ഇമോഷൻസ് നമുക്ക്, കുഞ്ഞുങ്ങൾ എങ്ങനെയാണ് പെട്ടെന്ന് അവരുടെ ഇമോഷൻസ് ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും അല്ലെ? ഒരു ഇമോഷൻസ് ഒരു ഫീലിംഗ് മാത്രമായിരിക്കും. എന്തോ മ്യൂട്ട് ആക്കാൻ പറയാമോ? നിങ്ങൾ മ്യൂട്ട് ചെയ്തോ? മ്യൂട്ട് ചെയ്ത് ക്ലാസ് എടുക്കാൻ പറ്റില്ല. എംടി അങ്ങനെ നിങ്ങൾ മ്യൂട്ട് ചെയ്താൽ മതി കേട്ടോ. ആരാണ് മൈക്ക് ഓൺ ആക്കി വെച്ചിരിക്കുന്നത്? ഓക്കെ, യെസ്.
കുട്ടിക്കാലത്ത് വികാരങ്ങള് പ്രത്യേകിച്ചും കഠിനമാണ് അല്ലെ. കുട്ടികളിലെ ദേഷ്യവും സങ്കടവും വാശിയും എല്ലാം കൂടി മറിഞ്ഞ് ഓരോ ഇമോഷൻസ് ഇങ്ങനെ എന്താണ് ഫീലിങ്സ് പല രീതിയിലാണ് കുട്ടികളെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒരു ഇമോഷൻസിലൂടെ മാത്രമല്ല കുഞ്ഞി കടന്നു പോകുന്നത് അല്ലെ. നമ്മുടെ കുട്ടികളെ ആലോചിച്ചാൽ മതി. അവർ എങ്ങനെയാണ് ഏത് സമയത്തും ഹാപ്പി ആയിട്ടായിരിക്കും കുട്ടികൾ ഇരിക്കുന്നത്? ഏത് സമയത്തും കുഞ്ഞുങ്ങൾ ഹാപ്പി ആയിരിക്കോ? അല്ല. അല്ല, പെട്ടെന്ന് അവര് ചിരിക്കുന്നുണ്ടാവും, അതേ സമയത്ത് കരയുന്നുണ്ടാവും. പെട്ടെന്ന് അവർക്ക് സന്തോഷവും സങ്കടവും എല്ലാം. അതായത് നമ്മൾ എന്തെങ്കിലും ഒരു ചെറിയ കാര്യം ചെയ്ത് അവർക്ക് ഭയങ്കരമായിട്ട് സന്തോഷം ഉണ്ടാവും. അതുപോലെ എന്തെങ്കിലും ഒരു ചെറിയ ഇത് വന്നാല് അവര് വല്ലാണ്ട് സങ്കടവും ദേഷ്യവും അതൊക്കെ അവർക്ക് പെട്ടെന്ന് മാറിക്കൊണ്ടേയിരിക്കും. എപ്പോഴും ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും അല്ലെ. അവർക്ക് ഇങ്ങനെ സ്റ്റേബിൾ ആയിട്ട് ഒരു ഇമോഷൻസും അവർക്ക് നിലനിൽക്കില്ല. അതിങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ ഇവിടെ പറയുന്നത് എന്താണ്? This is a time of disequilibrium when children are not focused in the scene that they are simply aroused to emotional eruptions. അതായത് അവരുടെ ആ ഒരു ഇമോഷൻസിനെ ഒരു നോർമൽ ഇക്വിലിബ്രിയത്തിലല്ല, സന്തുലിതമായ അവസ്ഥയിലല്ല അല്ലെ. ഒരേ അവസ്ഥയിലല്ല കുട്ടികൾ പോകുന്നത്. ഡിസിക്വിലിബ്രിയമാണ് അവിടെ സംഭവിക്കുന്നത്. അസന്തുലിതമായിട്ടുള്ള ഇമോഷൻസ് ആണ് കുട്ടികളിലെ ആ ഒരു ഏർലി ചൈൽഡ്ഹുഡ് സമയത്തുള്ള കാലഘട്ടത്തില് കടന്നു പോകുന്നത്. അതായത് പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്ന പോലെ ഇറപ്ഷൻസ് എന്നോട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇമോഷണൽ ഇറപ്ഷൻസ് എന്ന് വെച്ചാൽ പൊട്ടിത്തെറിക്കുന്ന ഒരു സ്വാഭാവികമായ പ്രവണതകളായിരിക്കും കുട്ടികൾക്ക് ഉണ്ടായിരിക്കുക. ഹാപ്പിനെസ് ആയാൽ കൂടി, വാശി ആയാൽ കൂടി, അല്ലെങ്കിൽ സങ്കടം ആയാൽ കൂടി എന്താണ് കുട്ടികൾ നമ്മൾ കരയുന്ന പോലെ അടക്കി പിടിച്ചൊന്നും ആയിരിക്കില്ല കുഞ്ഞുങ്ങൾ കരയുന്നത് അല്ലെ. നമ്മൾ ചിലപ്പോൾ നമ്മുടെ ഇമോഷൻസ് നമുക്ക് അതിങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷെ കുട്ടികൾ എങ്ങനെയാണ്? അവർക്ക് അവരുടെ ഇമോഷൻസ് ഒരിക്കലും ഇങ്ങനെ ഒളിച്ചു വെക്കാനോ മറച്ചു വെക്കാനോ സാധിക്കില്ല. അതിങ്ങനെ ഇമോഷൻസ് ഇറപ്റ്റഡ് ആയിക്കൊണ്ടിരിക്കും, ഇങ്ങനെ പൊട്ടിത്തെറിച്ചുകൊണ്ടിരിക്കും. ഹാപ്പിനെസ് ആയാൽ കൂടി സാഡ്നെസ് ആയിരിക്കും കൂടി കേട്ടോ. ഓപ്പൺ മൈൻഡഡ്. യെസ്, വെരി ഗുഡ്. കുട്ടികള് ഒന്നും മനസ്സിൽ ഒളിപ്പിക്കുന്നവരാണല്ല അല്ലെ. ഒരു ഭയങ്കര എന്താണ് സെൻസിറ്റീവ് ക്യാരക്ടറാണ്. അപ്പൊ അവർക്ക് ഇമോഷൻസ് ഒന്നും എന്താണ് ഇങ്ങനെ ഹോൾഡ് ചെയ്ത് വെക്കാനായിട്ട് സാധിക്കില്ല. The stubborn emotion in childhood is identified by temper. ഇനി ഇമോഷൻ ആ ചൈൽഡ്ഹുഡ് ടൈമില് എന്തൊക്കെ തരത്തിലുള്ള ഇമോഷൻസ് ആണ് കുട്ടികളിൽ കടന്നു പോകുന്നത്? എന്തൊക്കെയാണ്? ടെമ്പർ ടാൻട്രംസ്. ടെമ്പർ ടാൻട്രംസ് പറഞ്ഞ എന്താണ്? മ്യൂട്ട് ചെയ്യാം കേട്ടോ. ദേഷ്യം. ടാൻട്രംസ് എന്താണ്? ടാൻട്രംസ് പൊട്ടിത്തെറിക്കുക അല്ലെങ്കിൽ ദേഷ്യപ്പെടുക എന്നുള്ള ഒരു മീനിങ് അല്ല കേട്ടോ. ഇന്റൻസ് ഫിയർ. ഇന്റൻസ് ഫിയർ എന്താണ്? അല്ലെ, തീവ്രമായിട്ടുള്ള ഒരു പേടി. മീനിങ് എന്താ പറഞ്ഞത്? എന്തോ ടാൻട്രംസിന്റെ മീനിങ് എന്താ പറഞ്ഞത്? ടാൻട്രംസ് എന്ന് പറയുന്നത് പൊട്ടിത്തെറി അല്ലെങ്കിൽ ദേഷ്യം, കഠിനമായ ദേഷ്യം. ഇമോഷണൽ ഇറപ്ഷൻസോ? ഇമോഷണൽ ഇറപ്ഷൻസ് അത് തന്നെയാണ്, എല്ലാവരുടെയും മീനിങ് തന്നെയാണ്. ഇറപ്ഷൻ എന്ന് വെച്ചാൽ പൊട്ടിത്തെറിക്കുക. ഓക്കെ. ടെമ്പർ മീൻസ് ദേഷ്യപ്പെടുക. ടെമ്പർ ടാൻട്രം ദേഷ്യം എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. പൊട്ടിത്തെറിക്കുക എന്നുള്ള മീനിങ് തന്നെയാണ് വരുന്നത്. ദെൻ ഇന്റൻസീവ് ഫിയർ എന്താണ്? തീവ്രമായ ഭയം. ഇന്റൻസീവ് ഫിയർ തീവ്രമായ ഭയം. ആൻഡ് അൺറീസണബിൾ ഔട്ട്ബേർഡ്സ് ഓഫ് ജലസി. എന്താണ് അൺറീസണബിൾ ഔട്ട്ബേർഡ്സ്? കാരണമില്ലാത്ത കാര്യത്തിന് ജലസി. അസൂയ യുക്തിരഹിതമായ പൊട്ടിത്തെറി എന്നാണ് കേട്ടോ. അസൂയ യുക്തിരഹിതമായ പൊട്ടിത്തെറി. അതായത് നമ്മള് റീസണബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരാളെടുക്കുമ്പോ അവർക്ക് ഉണ്ടാവണ ഒരു ദേഷ്യാണോ? അൺറീസണബിൾ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അൺറീസണബിൾ ണോന്നുള്ള പിടിവാശി. മനസ്സിലായില്ല. ഒരു കാരണവുമില്ലാതെ അവരെടുക്കുന്നത് മാത്രം ജയിക്കണോന്നുള്ളൊരു പിടിവാശി. എന്താ മാം? അതെ, വെരി ഗുഡ്. അൺറീസണബിൾ ആയിട്ടുള്ളത് ചിലപ്പോൾ ഒരു റീസൺ ഉണ്ടായിരിക്കില്ല അവർക്ക് അല്ലെ. അവർക്ക് പക്ഷെ അവർക്ക് അതില് കിട്ടണം എന്നുള്ളൊരു വാശി ഉണ്ടായിരിക്കും. എന്ത് കാര്യം കിട്ടണം എന്നുള്ള കുട്ടികൾക്ക് അങ്ങനെയല്ല ഒരു മൈൻഡ് അല്ലേ കുട്ടികൾക്ക്.
ആ ഒരു ചൈൽഡ്ഹുഡ് പീരീഡിൽ ഇത്തരത്തിലുള്ള ഇമോഷൻസ് ആണ് കുട്ടികൾ കടന്നു പോകുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തൊക്കെയാണ്? ടെമ്പർ ടാൻട്രംസ്, ഇന്റൻസിഫയർ ആൻഡ് അൺറീസണബിൾ ഔട്ട്വേർഡ്സ് ഓഫ് ജലസി. അസൂയ മൂലം കുട്ടികൾക്ക് ഭയങ്കര വാശിയും ദേഷ്യം ഉണ്ടാവാറുണ്ട്. എങ്ങനെയാണ് അത് ആ ഒരു സിറ്റുവേഷൻ ഒന്ന് പറഞ്ഞത് നിങ്ങൾ? എങ്ങനെയായിരിക്കും അത്? അതായത് ഇപ്പൊ അവന്റെ എന്തെങ്കിലും ഒരു സാധനം വേറൊരാളെടുത്താലെങ്കിൽ അവരുടെ തന്നെ ഇപ്പം എന്റെ മോന്റെ എന്തെങ്കിലും മോളെടുത്താലും എക്സാമ്പിൾ 2 കുട്ടികള് അല്ലെ? എനിക്ക് 2 കുട്ടികളാ. അപ്പൊ മോന്റെ എന്തെങ്കിലും സാധനം മോളെടുത്താല് അത് അപ്പൊ എനിക്ക് വേണം. അല്ലെങ്കിൽ മകള് എന്റെ അടുത്ത് വന്ന് ഒന്ന് കിടന്നാൽ ഇത് എന്റെ ഉമ്മയാന്ന് പറഞ്ഞാൽ അപ്പൊ അവൻ പൊട്ടിത്തെറിക്കും. അവന് 2 വയസ്സാവുന്നതേ ഉള്ളൂ. പക്ഷേങ്കില് എന്റെ ഉമ്മാന്നും പറഞ്ഞിട്ട് എന്റെ കയ്യിൽ വന്ന് കിടക്കും. അല്ലെങ്കിൽ അത് അസൂയ മൂലം ഉണ്ടാകുന്ന ഒരു ഇമോഷൻ ആണ് അത് അല്ലെ? അതെല്ലാ കുട്ടികളും അത് സ്വാഭാവികമായിട്ട് നടക്കുന്ന പ്രവണതയാണ് അല്ലെ? എല്ലാ കുട്ടികളും അത് കടന്നു പോകുന്നത്. നമ്മളൊക്കെ അതൊക്കെ കടന്നു വന്ന ആൾക്കാർ തന്നെ ആയിരിക്കും അല്ലെ? അതെ, എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയാണ്. അവരുടെ സാധനം അത് മകളുടെ സാധനെങ്കിലും അവനിക്ക് വേണം. മകൾ എന്തെടുക്കുന്നു അത് അവനിക്ക് വേണം. അങ്ങനെയുള്ള ഒരു വാശി ഉണ്ടാവില്ലേ? പിന്നെ അതെല്ലാവർക്കും ഒരു കുട്ടികളുടെ എന്തെങ്കിലും ഒരു ടോയോ ഇതൊക്കെ കണ്ടിട്ട് നമ്മുടെ വീട്ടിൽ വന്നിട്ട് അതുപോലത്തെ തന്നെ വേണം എന്ന് പറഞ്ഞിട്ട് വാശി പിടിക്കുന്ന കുട്ടികളും അങ്ങനെയും അസൂയായിട്ടുള്ള ഒരു വാശി ഉണ്ടാവലുണ്ട്. അല്ലെ? പാരന്റ്സിനോടും അച്ഛനമ്മയോടും സ്നേഹം കാണിച്ചാലും ചില കുട്ടികൾക്ക് ഇഷ്ടപ്പെടില്ല അല്ലെ? അതെന്ത് അമ്മയാണെന്ന് പറയും. അങ്ങനെയൊക്കെയുള്ള വാശിയുള്ള കുട്ടികളുണ്ട്. അതുണ്ട്. എന്റെ അടുത്ത് ട്യൂഷൻ ഒരു കുട്ടി വരാറുണ്ട്. അപ്പം എന്റെ ഹസ്ബൻഡിനെ അവൻ ബാപ്പാന്ന് തന്നെയാ വിളിക്കാറ്, മക്കള് വിളിക്കുന്ന കേട്ടിട്ട്. അപ്പം അത് പക്ഷെങ്കിൽ എന്റെ മകൾക്ക് 8 വയസ്സാ. ആ വരുന്ന കുട്ടി KG പഠിക്കുന്ന കുട്ടിയാ. അവന് ബാപ്പാന്ന് വിളിക്കുന്നത് കേൾക്കുമ്പോ ഇവക്ക് തീരെ ഇഷ്ടപ്പെടില്ല. അത് എന്റെ ബാപ്പയാണ്, ഞങ്ങളുടെ മാത്രം ബാപ്പയാണെന്നുള്ള ഒരു തരം പോസീവ്നെസ് ഉണ്ടാവില്ലേ, അതുണ്ടോ? The following are the chief characteristics of emotions during preschool years. എന്തൊക്കെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഒരു പ്രീ സ്കൂൾ ഇയേഴ്സിലെ കുട്ടികളുടെ ഇമോഷൻസിൽ എന്തൊക്കെ വ്യതിയാനങ്ങളാണ് സംഭവിക്കുക, സ്വഭാവ സവിശേഷതകളാണ് ആ ഒരു പ്രീ സ്കൂൾ ഇയേഴ്സിലെ കുട്ടി? പ്രീ സ്കൂൾ ഇയേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഏത് ഇയേഴ്സ് ആണ്? 3 3 to 4 അങ്ങനെയുള്ള കുട്ടികളില് ഇമോഷൻസിൽ എന്തെല്ലാം തരത്തിലുള്ള സവിശേഷതകളാണെന്നാണ് ഇവിടെ പറയുന്നത്. ഷെറിൽ മ്യൂട്ട് ചെയ്യണേ, പറഞ്ഞു കഴിഞ്ഞാൽ മ്യൂട്ട് ചെയ്യണം കേട്ടോ. ഓക്കെ, എന്തൊക്കെയാണ്? During early childhood, emotions appear more regularly and more severely. First point എന്താ പറയുന്നത്? During early childhood, emotions appear more regularly and more severely. കുട്ടിക്കാലത്തെ വികാരങ്ങൾ എങ്ങനെയായിരിക്കും എന്നാണ് പറയുന്നത്? എപ്പോഴും ഉണ്ടാവും, റെഗുലർ ആയിട്ടും അതേപോലെ കടുത്ത വികാരങ്ങളും ആയിരിക്കും, സിവിയർ ആയിട്ട്. കാലത്തെ വികാരങ്ങൾ കൂടുതലും എങ്ങനെയായിരിക്കും? സ്ഥിരമായതും കൂടുതൽ കഠിനവുമായിട്ടായിരിക്കും അത് പ്രത്യക്ഷപ്പെടുന്നത് കുട്ടികളെ അല്ലെ? സ്ഥിരമായിട്ടുള്ള വികാരങ്ങൾ ഉണ്ടായിരിക്കും, പക്ഷെ അതെന്താണ്? ഭയങ്കര സ്ട്രോങ് ആയിരിക്കും അല്ലെ? ഭയങ്കര കഠിനമായിട്ടായിരിക്കും. അതായത് മെയിൻ ആയിട്ട് അവിടെ വാശി തന്നെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. കഠിനമായി പൊട്ടിത്തെറിക്കുക, അല്ലെങ്കിൽ എന്താണ് അമിതമായി വാശി പിടിക്കുക, ദെൻ അങ്ങനെയുള്ള കാര്യങ്ങളാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഡ്യൂറിങ് ഏർലി ചൈൽഡ്ഹുഡ് ഇമോഷൻസ് അപ്പിയർ. അവന്റെ അപ്പിയറൻസ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? സ്ഥിരമായിട്ടായിരിക്കും കഠിനമായിട്ടുള്ള വികാരങ്ങളായിരിക്കും കുട്ടികൾ ആ ഒരു സമയത്ത് പ്രീ സ്കൂൾ ഇയേഴ്സിലെ കുട്ടികള് കാണിക്കുന്നത്. സെക്കൻഡ് പോയിന്റ് എന്താണ്? ഇമോഷൻസ് ആർ എക്സ്പ്രസ്ഡ് ഇൻ റിലേഷൻ ടു കോൺക്രീറ്റ് ഒബ്ജക്ട്സ്. എന്താ പറയുന്നത്? ഇമോഷൻസ് ആർ എക്സ്പ്രസ്ഡ് ഇൻ റിലേഷൻ ടു കോൺക്രീറ്റ് ഒബ്ജക്ട്സ്. ചെയ്യുന്നത് അവരുടെ ഉറച്ച തീരുമാനങ്ങളായിരിക്കും ഉദ്ദേശിച്ചത്. അല്ല, കോൺക്രീറ്റ് ഒബ്ജക്ട്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഒബ്ജക്ട്സ് സാധനങ്ങള്, വേണ്ടെന്നുള്ള സാധനങ്ങൾക്ക് വേണ്ടിയിട്ടല്ല. അവര് ഒബ്ജക്റ്റുകളുടെ അല്ലെ? അവര് ഇമോഷൻസ്, ഇപ്പോ കുഞ്ഞ് ദേഷ്യം വന്നാലോ സങ്കടം വന്നാലോ ഒക്കെ എന്താണ്? ഇപ്പൊ കുഞ്ഞ് നല്ലൊരു പാവേനെ എടുത്തു കഴിഞ്ഞാൽ അതിനോടായിരിക്കും സംസാരിക്കുന്നത് അല്ലെ? അതിനോട് ഇമോഷൻസ് ഷെയർ ചെയ്യും. ഇപ്പൊ ദേഷ്യം വന്നാൽ ചിലപ്പോ പാവേനെടുത്ത് വലിച്ചെറിയും അല്ലെ? ഭയങ്കര ഹാപ്പി ആണെങ്കിൽ എന്താണ്? അതിനെ എടുക്കുന്നു, ഭക്ഷണം കൊടുക്കുന്നു, പിന്നെ കൊണ്ട് നടക്കുന്നു, അങ്ങനെ ഭയങ്കര ഹാപ്പി ആയിട്ട് കൊണ്ടു നടക്കും. രണ്ടും
രണ്ടും ഒരേ സമയത്ത് നടന്നു പോകുന്ന കാര്യങ്ങളാണ് അല്ലെ. അവർ എക്സ്പ്രസ് ചെയ്യുന്നത് അവരുടെ ഒബ്ജക്ട്സിനോടാണ്. അതിപ്പോ പാവ മാത്രമല്ല, അച്ഛനോടും അമ്മേനോടും വരും അല്ലെ. ഏറ്റവും കൂടുതൽ പക്ഷെ അവർ എതിനാണ് ഉപയോഗിക്കുന്നത്? ആ കളിപ്പാട്ടങ്ങളോ ടോയ്സോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും സാധനങ്ങളോടായിരിക്കും അവരുടെ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യുന്നത് കൂടുതലായിട്ട്. കണ്ടിട്ടില്ലേ നമ്മൾ കുട്ടികൾ പാവ എടുത്ത് കളിക്കുന്നത്? നിങ്ങള് ഇപ്പൊ പെൺകുട്ടികളാണെങ്കിൽ കൂടുതലായിരിക്കും. പെൺകുട്ടികളായിരിക്കും കുറച്ചും കൂടി ഇമോഷൻസ് അങ്ങനെ ഒബ്ജക്ട്സിനോട് കാണിക്കുന്നത്, പാവനെ എടുത്ത് കളിക്കുന്നത്. അപ്പൊ നമ്മള് കുഞ്ഞിനെ നോക്കുന്നത് പോലെ തന്നെ അവരും അവരുടെ പാവേനെ നോക്കും. ഭക്ഷണം കൊടുക്കുന്നു, വെള്ളം കൊടുക്കുന്നു, കണ്ണ് എഴുതിപ്പിക്കുന്നു, പൊട്ട് ഒളിപ്പിക്കുന്നു, അങ്ങനെ എന്തൊക്കെ കാണിക്കുന്നു അല്ലേ? നിങ്ങളുടെ കുട്ടികളൊന്നും ചെയ്യാറില്ലേ? ഉണ്ട് മാം. എടുത്തെറിയ ചെയ്യ, എന്താ അവരുടെ കയ്യിൽ കിട്ടുന്നത് അത് അപ്പൊ എടുത്തെറിയും. മോനാണെങ്കിലും പാവയുമായിട്ട് ഭയങ്കര ഇതാണ്, കോൺവെർസേഷൻസ് ആണ് തന്നെ തന്നെ. സംസാരിക്കും. വെരി ഗുഡ്. സംസാരമായിരിക്കും കൂടുതൽ അല്ലെ? ആക്ഷൻസിനേക്കാൾ കൂടുതൽ സംസാരിക്കും. നമ്മളേലും കൂടുതൽ അവരോട് ഇങ്ങനെ കാര്യങ്ങൾ പറയും. അപ്പൊ അവർക്ക് ഒരു പേരൊക്കെ ഇട്ട് പേരിടും അല്ലെ? പാവയ്ക്ക് ഒരു പേരിട്ടുണ്ടായിട്ടുണ്ട്. അപ്പൊ നമ്മൾ വീട്ടിലാരെങ്കിലും തന്നെ പേരൊക്കെ ആയിരിക്കും ചിലപ്പോ. ഓക്കെ, ഡ്രസ് ഇട്ട് കൊടുക്കും, അങ്ങനെ പല കാര്യങ്ങൾ. അവരുടെ ഇമോഷൻസ് അവർ എക്സ്പ്രസ് ചെയ്യുന്നത് അങ്ങനെ കോൺക്രീറ്റ് ഒബ്ജക്ട്സിലായിരിക്കും. അവരുടെ പ്രത്യേകമായിട്ട് ഉപയോഗിക്കുന്ന അവരുടെ വസ്തുക്കളിലായിരിക്കും അവരുടെ ഇമോഷൻസ് അവരെ എക്സ്പ്രസ് ചെയ്യുന്നത്. അതാണ് സെക്കൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. തേർഡ് എന്താണ്? തേർഡ് എന്താണ്? ഇമോഷൻസ് ആർ ടെമ്പററി. The child shifts his emotions very quickly. Emotions are temporary. Emotions എന്താണ്? താൽക്കാലികമായിരിക്കും. കാര്യങ്ങള് താൽക്കാലികമാണ്. കുട്ടികളിൽ പ്രത്യേകിച്ച് എത്രയും പെട്ടെന്ന് ഷിഫ്റ്റ് ചെയ്യുന്നത്, എത്രയും പെട്ടെന്ന് ഇങ്ങനെ പെട്ടെന്ന് മാറി വരും. ഭയങ്കര നന്നായിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്ന കുഞ്ഞിന്റെ മുമ്പിൽ കൊണ്ടുപോയി നമ്മൾ ഒരു ഐസ്ക്രീം കൊടുക്കുകയാണെങ്കിൽ എന്താണ്, കുഞ്ഞ് വളരെ ഹാപ്പിയാണ് അല്ലെ? ഭയങ്കര വാശി വെച്ച് കരയാണ് അവൻ എപ്പം തന്നെ അവന്റെ ഇമോഷൻ ചേഞ്ച് ചെയ്തു. പിന്നെ ഹാപ്പി ആയി, കണ്ണൊക്കെ തുടച്ചു, പിന്നെ ഐസ്ക്രീം കഴിച്ച് ഫുൾ ഹാപ്പി. നമ്മള് ഹാപ്പി, അവരെ ഹാപ്പി അല്ലേ? അതുപോലെ തന്നെ എന്താണ്, നന്നായിട്ട് ഹാപ്പി ആയിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്ന കൊച്ചിന് നമ്മളിപ്പോ നീ എന്താടാ ചെയ്തതെന്ന് ഭയങ്കര സ്ട്രെസ് ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്, കുഞ്ഞ് അപ്പൊ തന്നെ കരയും അല്ലെ? കുഞ്ഞപ്പ തന്നെ കരയും. അപ്പൊ തന്നെ നമ്മൾ സോഫ്റ്റ് ആയിട്ട് സംസാരിക്കുകയും ചെയ്യും. കുഞ്ഞപ്പ തന്നെ എന്താണ്, ആ ഇമോഷൻസിന് അപ്പൊ തന്നെ ചേഞ്ച് ചെയ്ത് പിന്നെ ഹാപ്പി ആവും. അപ്പൊ അതാണ് പറയുന്നത്, കുട്ടികളുടെ ഇമോഷൻസ് ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. എക്സാമ്പിളിലൂടെ ഇങ്ങനെ പറയുന്നുണ്ടോ? നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? മനസ്സിലാവുന്നുണ്ട് മാം. പെട്ടെന്ന് ഇങ്ങനെ മനസ്സിൽ നടക്കുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം അല്ലെ? നിങ്ങൾ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ തന്നെ. ഓക്കെ, അപ്പൊ ഇമോഷൻസ് ആർ വെരി ടെമ്പററി. ദ ചൈൽഡ് ഷിഫ്റ്റ്സ് ഹിസ് ഇമോഷൻസ് വെരി ക്വിക്ക്ലി. അവർക്ക് എത്രയും പെട്ടെന്ന് അവരുടെ ഇമോഷൻസ് ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, then emotional expressions is early childhoods are severe irrespective of the intensity of the stimulus. എന്നാണ് ഫോർത്ത് പോയിന്റ് പറയുന്നത്, ഇമോഷണൽ എക്സ്പ്രഷൻസ്. കുട്ടിക്കാലത്ത് വൈകാരിക പ്രകടനങ്ങൾ എങ്ങനെയായിരിക്കും എന്നാണ് പറയുന്നത്? കഠിനമാണെന്ന് തന്നെയാണ് കേട്ടോ. ആ കൗൺസിൽ പിന്നീട് ആവർത്തിച്ച് വരുന്നുള്ളൂ. കുട്ടിക്കാലത്തെ വികാരങ്ങള്, വൈകാരിക പ്രകടനങ്ങൾ പറഞ്ഞാൽ എങ്ങനെയായിരിക്കും കുട്ടികളിലെ? സിവിയർ ആയിരിക്കും. എങ്ങനെയാണ് കുട്ടികൾ കാണിക്കുന്നത്? വൈകാരികമായി അവർ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? ദേഷ്യവും സന്തോഷമായിരിക്കും, ദേഷ്യമുണ്ട്, എല്ലാം കൂടെ മിക്സപ്പ് ആയിട്ട്. എല്ലാം മിക്സ് ചെയ്തൊക്കെ അല്ലെ? മൾട്ടി ടാസ്കിങ് പോലെ ഇരിക്കും. എല്ലാം മിക്സ് ചെയ്തിട്ടായിരിക്കും ചില ഇമോഷൻസ് കൈകാര്യം ചെയ്യുന്നത് അവര്. ഓക്കെ, ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് മുത്തം തരിക, സന്തോഷം വരുമ്പോൾ ഭയങ്കരമായിട്ട് നമ്മളോട് മുത്തം തന്നുകൊണ്ടിരിക്കുക, ദേഷ്യം വന്നാൽ എടുത്തിട്ട് എറിയുക, വന്നിട്ട് ഒറ്റ അടി അടിക്കുക. സ്റ്റിമുലസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ ഉണ്ടാവുന്ന ഒരു ചേഞ്ചസിനെയാണ് സ്റ്റിമുലസ് എന്ന് പറയുന്നത് കേട്ടോ. ഒരു ബോഡി മൂവ്മെന്റ്സ്, നമ്മുടെ കുട്ടികളുടെ ആക്ഷൻസ്, ആ ഒരു മാനറിസം, അതൊക്കെയാണ് എന്താ സ്റ്റിമുലസ്. ബോഡിയിൽ ഉണ്ടാവുന്ന ബിഹേവിയർ ചേഞ്ചസിനെ നമ്മൾ സ്റ്റിമുലസ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ചില കുട്ടികൾ എന്ന് പറഞ്ഞാൽ എന്താണ്, ചില കുട്ടികളൊക്കെ വലിയ പ്രശ്നം ഉണ്ടായിരിക്കില്ല. അവരെ നമ്മ പറയുന്നതൊക്കെ അനുസരിക്കുകയും ചെയ്യും. നമ്മളുടെ ഒരു പരിധിക്കുള്ളിൽ അവർ നിൽക്കും. പക്ഷെ ചില കുട്ടികളുണ്ട് അല്ലെ, നമ്മളെന്ത് പറഞ്ഞാലും ഒന്നും കേൾക്കില്ല, ഭയങ്കര റെസ്റ്റ്ലെസ് ആയിട്ടുള്ള കുട്ടികളുണ്ടാവും. എക്സ്ട്രീം വാശികളായിരിക്കും അല്ലെ? എക്സ്ട്രീം എന്ന് പറഞ്ഞാൽ എക്സ്ട്രീം വാശിയായിരിക്കും.
ദേഷ്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒന്നും ചെയ്യാം, അച്ഛനും അമ്മയ്ക്കും ഒന്നും കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ബിഹേവിയർ കാണിക്കുന്ന കുട്ടികളുണ്ട് അല്ലെ. ഇമോഷൻസിന്റെ എക്സ്ട്രീം ലെവലില് എന്താണ് ബിഹേവിയർ കാണിക്കുന്ന കുട്ടികളും ഉണ്ടായിരിക്കും. ഓക്കെ, അവരെയൊക്കെ കൺട്രോൾ ചെയ്യുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷെ പാരന്റ്സ് അതിന് എന്താണ് കൺട്രോൾ ചെയ്തെടുക്കേണ്ടതാണ്. നമ്മള് എന്താണ് ആ ഒരു ചിലപ്പോ ഒരു പീരീഡില്ലേ, ഒരു 3 വയസ്സ് മുതലുള്ള പീരീഡിൽ ചില കുട്ടികൾ കണ്ടിട്ടില്ല, നമ്മൾ ഭയങ്കര വാശിയായിരിക്കുള്ളൂ. എന്ത് പറഞ്ഞാലൊന്നും ചിലപ്പോ ഭക്ഷണം പോലും കഴിക്കില്ല, ഫുൾ ടൈം കളിച്ചുകൊണ്ടിരിക്കും, പറയുന്നൊന്നും കേൾക്കില്ല, അങ്ങനെയൊക്കെ ഉള്ള ഒരു കാറ്റഗറി ടൈപ്പ് കുട്ടികളുണ്ട്. അപ്പൊ അവരെ കൺട്രോൾ ചെയ്യാവുന്ന ബുദ്ധിമുട്ട്. കാരണം അവരിൽ ഏറ്റവും കൂടുതൽ ഇമോഷൻസ് ഏറ്റവും കൂടുതൽ അവരിൽ ഏതായിരിക്കും, വാശി എന്നുള്ള സംഭവമായിരിക്കും ഏറ്റവും കൂടുതൽ അല്ലെ. ആ ഒരു ഇമോഷൻ ആയിരിക്കും അവർ ഏറ്റവും കൂടുതൽ കൈകാര്യം ചെയ്യുന്നത്. അതായത് അവൻ എന്ത് വിചാരിക്കുന്നോ അത് നടക്കണം എന്നുള്ളൊരു ഈ ഫീലിംഗ് മാത്രമേ കുഞ്ഞിനുണ്ടായിരിക്കും. പിന്നെ മറ്റു കുട്ടികളെ ഉപദ്രവിക്കുക, പാരന്റ്സിനെ ഉപദ്രവിക്കുക, പറഞ്ഞാലൊന്നും അനുസരിക്കാതിരിക്കുക, അങ്ങനത്തെ കാറ്റഗറി ടൈപ്പ് ഓഫ് കുട്ടികളുണ്ട് അല്ലെ. അതിലെ ഇമോഷൻസ് ഒക്കെ കൺട്രോൾ ചെയ്യാന്ന് പറഞ്ഞാൽ പാരന്റ്സിന്റെ ഡ്യൂട്ടിയാണ്. അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അങ്ങനത്തെ കുട്ടികളും ഉണ്ട്, എന്നാൽ നോർമൽ ആയിട്ടുള്ള കുട്ടികളുമാണ്. ഓക്കെ, നിങ്ങളുടെ കുട്ടി ഞാൻ പറഞ്ഞില്ലേ ഞാൻ പറഞ്ഞില്ലേ എൻ്റെ അടുത്ത് ഒരു കുട്ടി ട്യൂഷന് വരുന്നുണ്ട്, അവനിക്ക് എക്സ്ട്രീം വാശിയാണ്. പക്ഷെ വേറുള്ള കുട്ടികളെ ഉപദ്രവിക്കുകയോ ആക്കുകയോ ഒന്നും ചെയ്യില്ല. എൻ്റെ മോന അവന്റെ അനിയനെ പോലെ തന്നെയാണ് കരുതുന്നത്. പക്ഷെങ്കിൽ അവൻ എന്താണോ വിചാരിക്കുന്നത് അത് നടക്കുന്നത് വരെ അവനൊരു ഇരുത്തം അല്ലെങ്കിൽ ഒരു നൃത്താണ്. അല്ലെങ്കിൽ കരയിൽ കുറവാണ്, പക്ഷെ കരയാൻ തുടങ്ങിയാൽ അത് സ്റ്റോപ്പ് ചെയ്യാണ്ട് ഒരേ കരച്ചിലായിരിക്കും. അവന് വാശി എന്ന് പറഞ്ഞാൽ എക്സ്ട്രീമാണ്. അവൻ എന്താണോ അത് വിചാരിക്കുന്നത് അത് നടത്തിയെടുക്കണം. പക്ഷേങ്കില് ഇപ്പൊ പഠിക്കാൻ പറഞ്ഞാൽ അത് ആ പുസ്തകത്തിൽ ഇങ്ങനെ വരച്ചിടും. ചെറിയ കുട്ടിയാണ്, KG 1 പഠിക്കുന്നയാ. വരച്ചിടും. അവനോട് അത് ചെയ്യില്ല. ഭക്ഷണം കഴിക്കാൻ പറഞ്ഞാൽ ഭക്ഷണം കഴിക്കില്ല. പക്ഷെ അതിൽ കുട്ടികൾ ഉപദ്രവിക്കും, അങ്ങനത്തെ ഒന്നുമില്ല. അവന് നമ്മൾ ഗുഡ് ബോയ് ആണ്, സ്ട്രോങ് ബോയ് ആണ് എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് ആള് ശരിയാവും. എങ്കിലും അത് അവൻ എന്താണോ ആ ചിന്തിക്കുന്നത് അവിടെ പക്ഷേങ്കിൽ അവന്റെ സംസാരം ഇതുവരെ ക്ലിയർ ആയില്ല. അപ്പൊ നമുക്ക് പെട്ടെന്നൊന്നും മനസ്സിലാവില്ല എന്താ പറയുന്നതെന്ന്. പക്ഷെങ്കിൽ അവൻ എന്താണോ വിചാരിക്കുന്നത്. ഒരു ദിവസം ഞാൻ ഭയങ്കരമായിട്ട് പെട്ടുപോയിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് എന്നിട്ട് അവന്റെ പേരൻസ് രണ്ടാളും വർക്കിംഗ് ആണ്. വിളിച്ചു. ലാസ്റ്റ് അവര് കൊറേ പറഞ്ഞ് മെല്ലനെ സോൾവ് ആക്കി എടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ആ കുട്ടിനെ. എന്റെ മോനും സെയിം തന്നെയാണ്. വാശി എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് മോശമാണ്. അവനോട് നല്ല മോനാണ്, ഗുഡ് ബോയ് ആണ്, നന്നായിട്ട് പഠിക്കുകയാണെങ്കിൽ ഉമ്മി അത് വാങ്ങിത്തരാം ഇത് വാങ്ങിത്തരാം എന്നൊക്കെ പറഞ്ഞാൽ മാത്രമാണ് ആള്. നമ്മൾ എത്ര ദേഷ്യപ്പെട്ടാലും അവനോട് ഒരു കാര്യമില്ല. അവന് നല്ല രീതിയിൽ പറഞ്ഞാൽ മാത്രമാണ് അവൻ കേൾക്കുള്ളൂ. നമ്മൾ ദേഷ്യപ്പെട്ട് പറഞ്ഞാൽ ഒന്നും അവന്റെ അടുത്തേക്ക് പറയണ്ട, ആ വശത്തേക്ക് നോക്കിയേ വേണ്ട, അവൻ അനുസരിക്കില്ല, അത് ഉറപ്പാണ്. അത് ടീച്ചേഴ്സിന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ടീച്ചേഴ്സ് എല്ലാം പ്രത്യേകിച്ച് ഇവരോട് അങ്ങനെ നല്ല ബോയ് ആണെന്ന് പറഞ്ഞാൽ മാത്രമാണ് ടീച്ചേഴ്സിനും അങ്ങനെ ചെയ്യുള്ളൂ എന്ന് അറിഞ്ഞുകൊണ്ട് ടീച്ചേഴ്സ് ഇപ്പൊ അങ്ങനെ തന്നെ പറയുള്ളൂ. ഓക്കെ, ചില കുട്ടികള് വീട്ടില് ചിലപ്പോ ഇത്രയും വാശിയായിരിക്കുള്ളൂ, പക്ഷെ പുറത്തുള്ള അങ്ങനെ ഉണ്ടായിരിക്കില്ല. സ്കൂളിലായിക്കോട്ടെ മറ്റ് റിലേറ്റീവ്സിന്റെ അത്രയും ബുദ്ധിമുട്ടുണ്ടായിരിക്കില്ല. വീട്ടിലായിരിക്കും വാശി കാണിക്കുന്നത്. പക്ഷെ ചില കുട്ടികൾ വീട്ടിലും ഒരുപോലെ, സ്കൂളിലും ഒരുപോലെ, പുറത്തും ഒരുപോലെ, അങ്ങനെയൊക്കെ തന്നെയായിരിക്കും. മീൻസ് എന്റെ മോനും അങ്ങനെ തന്നെയാണ് കേട്ടോ. വീട്ടില് ഭയങ്കര വാശിയും ദേഷ്യമായിരിക്കും, പക്ഷെ സ്കൂളിലൊക്കെ അവർ രണ്ടുപേരും സൈലന്റാ. ഇതങ്ങനെയല്ല, സ്കൂളാണേലും വീടാണേലും സെയിം ആളൊറ്റ ആ ഒരു സ്വഭാവ രീതിയാണ്. ആൾക്ക് സ്കൂളിന്നോ വീടെന്നോ അല്ലെങ്കിൽ പുറത്തെ കൂട്ടുകാരുടെ വീടെന്നോ അങ്ങനെ ഒന്നുമില്ല. എല്ലായിടത്തും പോയാലും സെയിം അതേ ആറ്റിറ്റ്യൂഡ് തന്നെയാണ്. ഓക്കെ, അറിയാം നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടികളിൽ എങ്ങനെ ഇമോഷൻസ് പോകുന്നുണ്ട് അല്ലേ, ചേഞ്ച് ചെയ്ത് വരുന്നതൊക്കെ നിങ്ങൾക്ക് അറിയാം. ഓക്കെ, children fail to hide their emotions but express them indirectly through various activities like as crying, nail biting, thumb sucking and speech difficulties. എന്താണ് children fail to hide their emotions but express them indirectly through various activities. കുട്ടികൾക്ക് ഒരിക്കലും എന്താണ് ഇമോഷൻസ് ഒളിച്ചു വയ്ക്കാനായിട്ട് സാധിക്കില്ല അല്ലേ. ഒരിക്കലും അത് ഹൈഡ് ചെയ്യാൻ അവർക്ക് പറ്റില്ല. അവർ എങ്ങനെയെങ്കിലും അത് ഡയറക്റ്റ് ആയിട്ട് അല്ലെങ്കിലും ഇൻഡയറക്റ്റ് ആയിട്ട് എന്താണ് നേരിട്ട് അല്ലെങ്കിൽ അല്ലാത്ത രീതിയിൽ അവർ ഇമോഷണലി എന്തെങ്കിലും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെന്ന് നമുക്ക് അറിയാനായിട്ട് നമുക്ക് സാധിക്കും. എങ്ങനെ ഏതെങ്കിലും ഒരു ആക്ടിവിറ്റീസിലൂടെ നമുക്കത് മനസ്സിലാവും. എന്ത് ആക്ടിവിറ്റീസിലൂടെയാണ് കുട്ടികൾ ഇമോഷണലി വീക്കാണെന്ന് നമുക്ക് മനസ്സിലാവുന്നത്. എങ്ങനെയാണ്? കുഞ്ഞ് വിതുമ്പി കരയും അല്ലെ. കുഞ്ഞുങ്ങൾക്ക് ചിലപ്പോൾ ഭയങ്കര വിഷമം ഉണ്ടായിരുന്നു, പൊട്ടിക്കരയാൻ പറ്റില്ല. അപ്പൊ എന്താണ് കുട്ടികൾ കരയാൻ കണ്ടിട്ടില്ലേ നമ്മള്? വിഷമിച്ചിട്ട് ഭയങ്കര കണ്ണൊക്കെ നിറഞ്ഞ് വിതുമ്പാന്ന് കണ്ടിട്ടില്ലേ? ഇത് കരയല്ല,
കണ്ണിൽ ഇങ്ങനെ വെള്ളമൊക്കെ ഇങ്ങനെ പോകുന്നുണ്ടായിരിക്കും, പക്ഷെ ഉറക്കൊന്നും കരയില്ല. അങ്ങനെ അടക്കി പിടിച്ച് ജോലിയിൽ അടക്കി പിടിച്ചിങ്ങനെ കരയും. അപ്പൊ നമുക്ക് മനസ്സിലാവും ഇങ്ങനെ എന്തോ അവർക്ക് ഇമോഷൻസ് കരച്ചിൽ ഒരിക്കലും എനിക്ക് ഒതുക്കി വെക്കാൻ സാധിക്കും, ഹൈഡ് ചെയ്യാൻ സാധിക്കില്ല. എങ്ങനെയെങ്കിലും കുറച്ച് കഴിയുമ്പോൾ പൊട്ടി കറിക്കും. പക്ഷെ സ്റ്റാർട്ടിങ് ഇങ്ങനെയായിരിക്കും, പതിയെ പതിയെ വിതുമ്പി വിഷമിച്ച് കണ്ണത്ത് നിറഞ്ഞ് വല്ലാത്തൊരവസ്ഥയിലായിരിക്കും. പിന്നെന്താണ്, ചില കുട്ടികൾ നെയിൽ ബൈറ്റ് ചെയ്യും. നെയിൽ ബൈറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? നഖം കടിക്കും. തംസക്കിയാന്ന് പറഞ്ഞാൽ എന്താണ്? വിരല് വരുമ്പോ സ്പീച്ച് ഡിഫിക്കൽട്ടീസ് എന്ന് പറയുമ്പോൾ എന്താണ്? ഇപ്പൊ സങ്കടം വന്നു കഴിയുമ്പോ കുഞ്ഞ് സംസാരിക്കുന്നത് കണ്ടിട്ടില്ലേ നമ്മള്? അല്ലേ? നല്ല രസമാണ് നമുക്ക്. നല്ല ക്യൂട്ടായിട്ടായിരിക്കും സംസാരിക്കുന്നത്. പക്ഷെ അവരുടെ വിഷമത്തിലാണ് സംസാരിക്കുന്നത്. ഭയങ്കര ഡിഫിക്കൽട്ടി മൂഡിലായിരിക്കും. എന്ന് വെച്ചാൽ വാക്കുകളൊന്നും കറക്റ്റ് ആയിട്ട് പ്രൊനൗൺസ് ചെയ്യാൻ സാധിക്കില്ല. കുറഞ്ഞ് ഇങ്ങനെ കരഞ്ഞ് ഓരോന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിയുമ്പോ അവൻ പറയണ എന്തായാലും മനസ്സിലാക്കി കഴിഞ്ഞു കഴിയുമ്പോ നമുക്ക് ചിരി വരും. അപ്പൊ അവന്റെ ദേഷ്യവും നമുക്ക് ചിരിയും. അപ്പൊ നല്ല അടി കിട്ടും. അപ്പൊ എന്താണ്, കുട്ടികൾക്ക് അവരുടെ ഇമോഷൻസ് ഒരിക്കലും ഹൈഡ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഏതെങ്കിലും വഴി അവരുടെ കുറച്ച് ആക്ടിവിറ്റീസ് വഴി ഇൻഡയറക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് അവരുടെ എക്സ്പ്രഷൻസ്, ആ ഫീലിങ്സ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. എന്തൊക്കെ വഴിയാണ്? അണ്ടർലൈൻ ചെയ്ത് പോകട്ടോ. ആക്ടിവിറ്റീസ് ലൈക്ക് ക്രൈയിങ്, നെയിൽ ബൈറ്റിംഗ്, തം സക്കിംഗ് ആൻഡ് സ്പീച്ച് ഡിഫിക്കൽട്ടീസ്. കുട്ടികൾ അവരുടെ ഇമോഷൻസ് മറച്ചു വയ്ക്കുന്നതിൽ പരാജയപ്പെടുന്നു, അല്ലെ? ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസിലൂടെ, കരച്ചിലൂടെ, അതുപോലെ തന്നെ എന്താണ്, നഖം കടിക്കുക, വിരൽ ചെപ്പ, അതുപോലെ ഇത്തരം ആക്ടിവിറ്റീസിലൂടെ എന്താണ് കുട്ടികളുടെ ആ വികാരങ്ങൾ അവര് പ്രകടമാക്കുകയാണ്, അല്ലെ? എത്ര ഒളിച്ചു വെക്കാൻ ശ്രമിച്ചാലും എന്താണ്, ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസ് വഴി നമുക്ക് അവരുടെ ഇമോഷൻസ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഈ 5 ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ടും എന്താണ് സ്കൂൾ ഇയേഴ്സിലെ കുട്ടികളിലെ സവിശേഷതകൾ എന്ന് പറയുന്നത് ഇമോഷൻസ് ഇങ്ങനെയാണ്. ഈ ഒരു 5 രീതിയിലാണ് കുട്ടികളിലെ ഇമോഷൻസ് കൈകാര്യം ചെയ്തു പോകുന്നത്. ഓക്കെ, അത് ഓരോ 5 പോയിന്റ്സ് ഒരാളൊന്ന് പറഞ്ഞേ, അറിയാവുന്ന രീതിയിലൊന്ന് പറഞ്ഞേ. ഇംഗ്ലീഷിലോ മലയാളത്തിലോ പറയാം. എന്താന്ന് പറഞ്ഞാൽ മതി കേട്ടോ. ഒന്നാമത്തെ പോയിന്റ് ഒന്ന് പറഞ്ഞേ. കൂടുതൽ കഠിനമായതുമാണ് വികാരങ്ങൾ. childhood emotions appear more regularly and more. ഈ കാലത്ത് വികാരങ്ങൾ സ്ഥിരമായും കഠിനമായും ഇരിക്കും. അടുത്ത പോയിന്റ് ഒരാൾ പറഞ്ഞേ. സെക്കൻഡ് പോയിന്റ് വേറൊരാൾ പറഞ്ഞു. ഇവരുടെ ഇമോഷൻസ് എന്തെങ്കിലും ഇവരുടെ കൈ കിട്ടുന്ന എന്തെങ്കിലും സാധനം എടുത്ത് എറിഞ്ഞിട്ടോ അങ്ങനെയൊക്കെ ആയിരിക്കും ഇവരുടെ ഇമോഷൻസ് പ്രകടിപ്പിക്കുക. Emotions are expressed in English to concrete objects. Okay. Third point. താൽക്കാലികമായിരിക്കും, പെട്ടെന്ന് ഇമോഷൻസിൽ നിന്ന് ഷിഫ്റ്റ് ആകുന്നു. ക്ലിയർ അല്ല? ടെമ്പററി ആയിട്ടുള്ള ഇമോഷൻസ് താൽക്കാലികമാണ്, പെട്ടെന്ന് ചേഞ്ച് ചെയ്യുന്ന ഒരു കാര്യമാണ് അവരുടെ ഇമോഷൻസ്. സ്റ്റേബിൾ അല്ല. ഇമോഷൻസ് ഹൈഡ് ചെയ്ത് വെക്കൂല, അത് അവരെ പല രീതിയിലും എക്സ്പ്രഷൻ ചെയ്യും. ഒന്നെങ്കിൽ നഖം കടിക്കുക, അല്ലെങ്കിൽ കരയുക, അല്ലെങ്കിൽ സംസാരിച്ചിലൂടെ അവര് എപ്പോഴും എക്സ്പ്രഷൻ ചെയ്തുകൊണ്ടിരിക്കും, ഒന്നും ഹൈഡ് ചെയ്യത്തില്ല. അശ്വതി കഴിഞ്ഞ ക്ലാസ്സിൽ ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു മാം. വികാരങ്ങൾ അവരുടെ ബോഡിയിലൂടെ ചേഞ്ചസ് വരുന്നു, കൺട്രോൾ ചെയ്യാൻ പറ്റില്ല അവർക്ക്. അവരെപ്പോഴത് എക്സ്പ്രസീവ് ആയിരിക്കും, കൺട്രോൾ ചെയ്യാൻ പറ്റാതെ. Children fail to hide their emotions but express their indirectly through like crying, nail biting, thumb sucking and speech difficulties. കുട്ടികൾക്ക് ഇമോഷൻസ് ഒരിക്കലും ഹൈഡ് ചെയ്യാൻ പറ്റത്തില്ല, അവർ ഇൻഡയറക്റ്റ് ആയാലും അത് പ്രകടിപ്പിച്ചുകൊണ്ടേ ഇരിക്കും. ഈ 5 ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ചീഫ് ആയിട്ടുള്ള പ്രീ സ്കൂൾ കുട്ടികളുടെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഒന്ന് നോട്ട് ചെയ്യണം കേട്ടോ. ബൈ ഹാർട്ട് ആയിട്ടൊന്നും പഠിക്കണ്ട, മനസ്സിലാക്കി പഠിച്ചു വെക്കുക. 5 പോയിന്റ്സ്. ഓക്കെ,
ഇനി the emotional tie between infant and mother is a critical factor in the social and emotional development of the growing child. ആര് തമ്മിലുള്ള റിലേഷൻ ആണ് ഇമോഷണൽ ടൈ ബിറ്റ്വീൻ. ടൈ എന്ന് പറഞ്ഞ എന്താണ്? ആ ഒരു ബന്ധം അല്ലെ, ടൈ അപ്പ് എന്ന് പറയൂലേ. ടൈ ബിറ്റ്വീൻ ഇൻഫാന്റ് ആൻഡ് മദർ, അതായത് അമ്മയും കുഞ്ഞും അല്ലെ, വളർന്നു വരുന്ന കുട്ടിയുടെ അമ്മയും കുഞ്ഞും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്തിലാണ്? ക്രിട്ടിക്കൽ ഫാക്ടർ ഇൻ ദ സോഷ്യൽ ആൻഡ് ഇമോഷണൽ ഡെവലപ്മെന്റ് ഓഫ് ഗ്രോയിങ് ചൈൽഡ് അല്ലെ. ഒരു കുട്ടി വളർന്നു വരുന്ന അവരുടെ വൈകാരിക വികസനത്തിൽ ആരൊക്കെ തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് അവിടെ വരുന്നുണ്ട്? അമ്മയും കുട്ടി. Infant and mother is a critical factor in the social and emotional development of the growing child. വളർന്നു വരുന്ന കുട്ടിയുടെ ആ ഒരു സോഷ്യൽ ആൻഡ് ഇമോഷണൽ ഡെവലപ്മെന്റിലെ ആരാണ്? അമ്മയും കുഞ്ഞും തമ്മിലുള്ള ഒരു ടൈപ്പ്, ആ ഒരു ബന്ധം അവിടെ ഒരു ക്രിട്ടിക്കൽ ഫാക്ടർ തന്നെയാണെന്നാണ് പറയുന്നത് അല്ലെ. ഇപ്പൊ വളർന്നു വരുന്ന കുട്ടിക്ക് ഏറ്റവും കൂടുതൽ അടുപ്പം എന്ന് പറയുന്നത് ആരോടായിരിക്കും? ഒരു ഗ്രോയിങ് ചൈൽഡ് എന്ന് പറയുന്നത് ആരോടായിരിക്കും? അമ്മയോടായിരിക്കും. എല്ലാ മകനിലും അച്ഛനേക്കാളും ഒക്കെ ആരോടായിരിക്കും? അമ്മയോടാണ് അല്ലെ. അമ്മയാണ് ഏറ്റവും ആ ഒരു ബെസ്റ്റ് എന്ന് പറയുന്നത്. കാരണം അമ്മയെ ആശ്രയിച്ചിട്ടാണ് ഇൻഫാന്റ് എന്ന് പറയുമ്പോൾ എന്താണ്? ആ ഒരു ജനിച്ച സമയം തൊട്ടുള്ള കുട്ടികളിലെ എന്തായിരിക്കും? അനിലയോ ഞാൻ ഓൾമ്യൂട്ട് കൊടുത്താൽ നിങ്ങൾ ഓൺ ചെയ്തുകൊണ്ടേയിരിക്കേണ്ടി വരും. അതുകൊണ്ടാണ് ഓൾമ്യൂട്ട് കൊടുക്കാത്തത്. MT ക്ലാസ്സിൽ നമുക്ക് ഓൾമ്യൂട്ട് ചെയ്യാൻ പാടില്ല എന്ന് നിർദ്ദേശമാണ് കേട്ടോ. നിങ്ങൾ മ്യൂട്ട് ചെയ്യുക. നിങ്ങൾക്ക് പറയാനുള്ള സമയത്ത് മൈക്ക് ഓൺ ചെയ്തിട്ട് പറയാം കേട്ടോ. ഓക്കെ, അതായത് അവന്റെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് അമ്മയുടെ കൂടെയാണ് അല്ലെ. അമ്മയെ ആശ്രയിച്ചിട്ടാണ് ആ ഒരു വളർന്നു വരുന്ന കുട്ടി എന്താണ്? അവൻ ഇമോഷൻസ് ആയിക്കൂടി എന്തായാൽക്കൂടി കുഞ്ഞ് അമ്മയെ ആശ്രയിച്ചിട്ടുള്ള ഒരു ലൈഫാണ് കുഞ്ഞ് ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അമ്മയോടാണ് അവന്റെ എല്ലാ വികാരങ്ങളും വിചാരങ്ങളും കുഞ്ഞ് ഷെയർ ചെയ്യുന്നതും എക്സ്പ്രസ് ചെയ്യുന്നതൊക്കെ ആരോടാണ്? അച്ഛനേക്കാൾ കൂടുതൽ അത് അമ്മയോടായിരിക്കും അല്ലെ. അങ്ങനെ ഒറ്റയടിക്ക് അമ്മമാരെ മാത്രമായിട്ട് പറയുന്നില്ല കേട്ടോ. പക്ഷെ അമ്മ ജോലിക്ക് പോകുന്ന പാരന്റ് ആണെങ്കിൽ എന്താണ് മക്കളായിരിക്കും നോക്കുന്നതെങ്കിൽ നേരെ ആ ഒരു അറ്റാച്ച്മെന്റ് ആരോടായിരിക്കും? അച്ഛനോട് തന്നെയായിരിക്കും അല്ലെ. അമ്മ കാരണം കുഞ്ഞമ്മയെ കാണുന്നില്ല. അമ്മ വർക്ക് ചെയ്യുമ്പോഴാണെങ്കിൽ ആ ഒരു ചില സാഹചര്യങ്ങളില് ഇതേ സിറ്റുവേഷൻ ഇതേ ടൈപ്പ് ആരോടായിരിക്കും? അച്ഛനോടും വരുന്ന സമയമുണ്ട് അല്ലെ. അച്ഛനോടും ആ ഒരു എന്താണ് പ്രശ്നം? ഗ്രാൻഡ് പേരൻസിനോടും അങ്ങനെ തന്നെയാവുള്ളൂ. ഗ്രാൻഡ് പാരന്റ്സിനോടും അതേ ഒരു റിലേഷൻ ആയിരിക്കും കുട്ടികൾക്ക് ഉണ്ടായിരിക്കുക. ഓക്കെ, children exhibit signs of fear and anxiety in the presence of strange persons, and the immediate reaction of children is seeking the security of their mother. Children exhibit signs of fear and anxiety. കുട്ടികൾ സ്ട്രേഞ്ച് ആയിട്ടുള്ള പരിചയമില്ലാത്ത ആൾക്കാരെ കാണുമ്പോൾ കുഞ്ഞുങ്ങൾ എങ്ങനെയായിരിക്കും ബിഹേവ് ചെയ്യുന്നത്? ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള റിയാക്ഷൻ അവിടെ ഉണ്ടായിരിക്കും കുട്ടികളിലെ. എങ്ങനെയുള്ള റിയാക്ഷൻ ആയിരിക്കും പരിചയമില്ലാത്തവരെ കാണുമ്പോൾ കുട്ടികളിൽ ഉണ്ടാവുന്നത്? പെട്ടെന്ന് കളിച്ചോണ്ടിരിക്കുന്ന കുട്ടിയാണെങ്കിൽ നമ്മളടുത്തേക്ക് ഓടി വരും. അമ്മമാരുടെ അടുത്തേക്ക് ഓടി വരും. പിന്നെ അവർ ഫിയർ ആൻഡ് ആൻസൈറ്റി ആണ് അവിടെ കാണിക്കുന്നത് അല്ലെ. കുട്ടികളില് ഒരു ആൻസൈറ്റി വന്നിട്ടുണ്ടെന്ന് ആഹാരത്തിന് ഒരു ഭയവും കൂടെ ചേർന്നുള്ള ഒരു സിറ്റുവേഷൻ. ഇത് കുഞ്ഞ് തീരെ പൊടി കുഞ്ഞുങ്ങളാണെങ്കിൽ എന്താണ്? കുട്ടികൾ ചിലപ്പോ പേടിച്ച് കരയും. ചിലപ്പോ കുട്ടികൾ കരയായിരിക്കും. കുറച്ചുകൂടി വലുതായ മുതിർന്ന കുട്ടികളാണെങ്കിൽ എന്താണ്? അമ്മയോട് പോയി പറയും, ആരാണെന്ന് അറിയില്ല എന്നുള്ളത് പറഞ്ഞു അല്ലെ. പേടിച്ച് ഓടിച്ചില്ലേ. പക്ഷെ കുഞ്ഞു കുട്ടികളാണെങ്കിൽ അവിടെ നിന്ന് ചിലപ്പോ ആളുടെ മുമ്പിൽ നിന്ന് തന്നെ ചിലപ്പോ കരഞ്ഞിട്ടിരിക്കും. അമ്മയുടെ അടുത്ത് പോകാൻ പറ്റില്ല. ചിലപ്പോൾ ഒരു ആൻസൈറ്റിയുടെ പുറത്ത് കുഞ്ഞ് അവിടെ തന്നെ ചിലപ്പോൾ പേടിച്ച് നിന്ന് പോകുന്നിരിക്കും. അങ്ങനെ പല സാഹചര്യങ്ങളിലൂടെയാണ് കുട്ടികൾ കടന്നു പോകുന്നത്. പ്രത്യേകിച്ച് സ്ട്രേഞ്ച് ആയിട്ടുള്ള ആൾക്കാരെ കാണുന്ന സമയത്താണ് എന്താ കുട്ടികൾ ഇത്തരത്തിലുള്ള ഇമോഷൻസ് കടന്നു പോകുന്നത്. ഏത് ഇമോഷൻസ്? ഫിയറും ആൻസൈറ്റിയും പോലെ അല്ലെ. ആ ഒരു ഭയവും അതുപോലെ തന്നെ എന്താണ് ആൻസൈറ്റി ഒക്കെ കുഞ്ഞുങ്ങൾ ആ ഒരു പേടി ആ ഒരു സെക്യൂരിറ്റി ഇല്ലാന്നുള്ളത് കുട്ടി സുരക്ഷിതമല്ലാന്ന് അവര് സ്വയം തോന്നുന്ന ഒരു സമയമാണ് എന്ത്? സ്ട്രേഞ്ച് ആയിട്ടുള്ള പേഴ്സൺസിന് അല്ലെങ്കിൽ പരിചയമില്ലാത്ത ആൾക്കാരെ കാണുന്ന സമയത്ത് കുട്ടികൾ ഉണ്ടാവുന്നത്.
അപ്പൊ അവൻ ആശ്രയിക്കുന്നത് അപ്പൊ ആരെയാണ്? അവൻ എത്രയും പെട്ടെന്ന് അമ്മയുടെ അടുത്ത് എത്താനായിരിക്കും നോക്കുന്നത്. യെസ്, അവൻ അന്വേഷിക്കുന്നത് അവന്റെ അമ്മേനെ ആയിരിക്കുള്ളൂ. അവനൊരു ഇൻസെക്യൂരിറ്റി തോന്നിയിട്ടുണ്ടായിരിക്കാം കുട്ടിക്ക്. അല്ല, നമ്മുടെ കുട്ടികൾക്ക് അങ്ങനെയാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു കൊടുക്കും, ഇങ്ങനെ പരിചയമില്ലാത്ത ആൾക്കാരെ എന്ത് തന്നു കഴിഞ്ഞാലോ വാങ്ങിക്കരുത്, അവർ പിടിച്ച കൂടെ പോകരുതെന്നൊക്കെ നമ്മൾ ആദ്യം പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരിക്കും അല്ലെ. അപ്പൊ അത് മനസ്സിലാക്കിയിട്ടായിരിക്കും ചില കുട്ടികൾ ബിഹേവ് ചെയ്യുന്നത്. ചില കുട്ടികൾ അങ്ങനൊന്നും ഇല്ല കേട്ടോ, ആര് വിളിച്ചാലും പോകും, ഒരു പേടി ഉണ്ടാവും, അനുസരിച്ച് ഉണ്ടാവില്ല. പക്ഷെ ഒരു ടൈം വരെ കുട്ടികളിൽ എന്താണ് ഈ ഫിയറും ആൻസൈറ്റി എന്നുള്ള ഇമോഷൻസ് കടന്നു പോകുക തന്നെ ചെയ്യും. അതെല്ലാ കുട്ടികളും സ്വാഭാവികമായ പ്രവണത തന്നെയാണ്. എത്ര വാശിയുള്ള കുട്ടിയാണെങ്കിലും ചില സമയത്ത് പരിചയമില്ലാത്ത ആൾക്കാരെ കണ്ടു കഴിഞ്ഞാൽ എന്താണ് ആ കുഞ്ഞിന് ആ ഫിയറും ആൻസൈറ്റി അവിടെ ഉണ്ടായിരിക്കുന്നത്. ആൻസൈറ്റി ഇല്ലെങ്കിൽ കൂടെ എന്താണ് അവൻ പേടിക്കും അല്ലെ, പേടിക്കാനുള്ള ചാൻസസ് ഉണ്ട്. മാം, അത് എന്റെ ചെറിയ മോന് 2.5 വയസ്സുള്ള മോനാണ്. അപ്പൊ ഈ അടുത്ത് കസിൻ ബ്രദർ വന്നപ്പോ അവനെ കൊണ്ടുപോയി മിഠായി സ്വീറ്റ്സ് വാങ്ങി കൊടുക്കാൻ വേണ്ടിട്ട് കൊണ്ടുപോയി. തിരിച്ചെത്തുന്നവരെ മോണ്ടാണ്ട് കരഞ്ഞ. പക്ഷെ നല്ല ഞങ്ങളെ കസിൻ ബ്രദറാണ്. അപ്പൊ ഞാൻ വന്നപ്പോ മോൻ എന്തിനാ, ഞാനിട്ട് അവന് വീഡിയോ ഒക്കെ എടുത്തിട്ട് ഞങ്ങളെ ഗ്രൂപ്പിലൊക്കെ ഇട്ട്, മോൻ എന്തിനാ കരഞ്ഞാന്ന് ചോദിച്ചപ്പോ അവൻ പറഞ്ഞു, ഞാൻ എന്നെ തട്ടിക്കൊണ്ടുപോകാണെന്ന് വിചാരിച്ചിട്ട് കരഞ്ഞതാണെന്ന്. ശരിയാണ്. ഓക്കെ, അത് എത്ര വയസ്സുള്ളപ്പോഴാണ്? ഇതിപ്പോ അവന് 2.25 വയസ്സായി. ഈ അടുത്ത് സംഭവിച്ചാണ്. ഓക്കെ, നമ്മൾ പേടിച്ചു പോയിട്ടുണ്ടാവും. മിഠായി വാങ്ങിച്ചു കൊടുക്കാ പറഞ്ഞ അവരുടെ പിന്നാലെ അങ്ങ് പോകും. അതാരാന്ന് പോലും അറിയേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പൊ അതിന് പറയുന്ന പേരാണ് ദിസ് ഈസ് കോൾഡ് സ്ട്രേഞ്ചർ ആൻസൈറ്റി. അങ്ങനെയാണ് നമ്മൾ സ്ട്രേഞ്ചർ ആൻസൈറ്റി എന്ന് പറയുന്നത്. എന്താണ്? അത് പരിചയമില്ലാത്ത പേഴ്സണെ കാണുമ്പോൾ ആ കുട്ടികളിൽ ഉണ്ടാകുന്ന ഒരു വികാരം അല്ലെ, ആ ബിഹേവിയറിൽ ഉണ്ടാകുന്ന അവരുടെ മാനസികമായി അവര് അനുഭവിക്കുന്ന ആ ഒരു അവസ്ഥയാണ് എന്താ ഫിയർ ആൻഡ് ആൻസൈറ്റി എന്ന് പറയുന്നത്. അങ്ങനെയാണ് നമ്മൾ സ്ട്രേഞ്ചർ ആൻസൈറ്റി. പരിചയമില്ലാത്ത ആൾക്കാരെ കാണുമ്പോൾ കുട്ടികളിൽ ഉണ്ടാകുന്ന ആ ഒരു വികാരത്തിന്റെ ആ ഒരു എന്താണ് ആ തിരുനോട്ടത്തിന് അല്ലെങ്കിൽ എന്താണ് വികാരങ്ങൾ മറന്നു മറിയുന്നതിനെയാണ് നമ്മള് സ്ട്രേഞ്ചർ ആൻസൈറ്റി എന്ന് പറയുന്നത്. അതൊന്ന് അണ്ടർലൈൻ ചെയ്തിടാം കേട്ടോ. ഓക്കെ, there is another source of anxiety that comes, which is known as separation anxiety. എന്താ സെപ്പറേഷൻ ആൻസൈറ്റി എന്ന് പറഞ്ഞാല്? സെപ്പറേഷൻ ആൻസൈറ്റി, സ്ട്രേഞ്ചർ ആൻസൈറ്റി നമുക്ക് മനസ്സിലായി അല്ലേ? നമ്മൾ അമ്മയെ അച്ഛനെ കണ്ടില്ലെങ്കിൽ ഉണ്ടാകുന്നു, കാണാത്തപ്പോ. Yes, very good. അല്ലെ, children will cry and feel upset when they do not find their mother. അല്ലെ, പ്രത്യേകിച്ച് അമ്മയെ കാണാതിരിക്കുമ്പോഴാണ് കുഞ്ഞിന് ആ സെപ്പറേഷൻ ഫീൽ ചെയ്യുന്നത്. അമ്മ അടുത്തില്ല എന്നുള്ള ഒരു കുഞ്ഞിന് മനസ്സിലാവും. ഒന്നും കൂടുതലുള്ള ഒരാള് കുറച്ച് സമയം മാറി തന്നെ കുഞ്ഞിനത് ആ ഫീൽ ചെയ്യും, അമ്മേന്റെ അടുത്തില്ല എന്ന് കുഞ്ഞിന് മനസ്സിലാവും. അപ്പൊ എന്താണ് ആ ഒരു സെപ്പറേഷൻ ആൻസൈറ്റി ആ കുഞ്ഞിന് അവിടെ ഒരു ഇമോഷൻ, വൈകാരികമായ ഒരു പ്രവണതയാണ്. അതെങ്ങനെ കുഞ്ഞിന് ഉടലെടുക്കുകയാണ് അല്ലെ. കുഞ്ഞ് തിരിച്ചറിയുന്നു തന്റെ കൂടെ അമ്മയില്ല എന്ന് കുഞ്ഞ് തിരിച്ചറിയുന്ന ഒരു മൊമെന്റിലാണ് കുഞ്ഞിന് എന്ത് സംഭവിക്കുന്നത്? സെപ്പറേഷൻ ആൻസൈറ്റി എന്നൊരു വികാരം അവിടെ കടന്നുകൂടുന്നത്. Preschoolers continue to rely on their mothers or a caregiver for approval and attention. They exhibit their dependency by sticking to the person and crying when left with someone. Preschoolers പറ്റിയാണ് പറയുന്നത്. എന്താണ്? Preschoolers continue to rely on their mothers or a caregiver for approval and attention. കുട്ടികള് അറ്റൻഷൻ കിട്ടാനായിട്ട് എന്തൊക്കെ കാര്യങ്ങളായിരിക്കും ചെയ്യുന്നത്? കെയർ ഗീവർ എന്ന് പറഞ്ഞാൽ ആരാണ് ഇവിടെ കെയർ ഗീവർ? കുഞ്ഞുങ്ങളെ നോക്കുന്ന സ്ത്രീ അല്ലെ, കെയർ ഗീവർ. അവരെ അപ്രൂവൽ അല്ലെങ്കിൽ അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ട് കുഞ്ഞുങ്ങൾ എന്തായിരിക്കും ചെയ്യുന്നത്? കരയും അല്ലെ. അതായത് ഇപ്പോ നമ്മളിപ്പോ ഡേ കെയറിലൊക്കെ കൊണ്ടാക്കുന്ന സമയത്താണെങ്കിൽ അല്ലെ, ഒരുപാട് കുട്ടികൾ ഉണ്ടായിരിക്കും. അപ്പൊ കുട്ടിക്ക് തന്റെ വീട്ടിൽ കിട്ടിയ ആ ഒരു ഫീലിംഗ് കിട്ടണമെങ്കിൽ ഇപ്പൊ എല്ലാവരെയും നോക്കിക്കൊണ്ടിരിക്കുകയായിരിക്കും അല്ലെ. അവരെ ആ ഒരു കെയർ ഗീവർ എല്ലാവരെയും നോക്കിക്കൊണ്ടിരിക്കുകയായിരിക്കും. അപ്പൊ അവരെ മാത്രം ശ്രദ്ധിക്കുന്നില്ല എന്നൊരു സമയം വരുന്ന സമയത്താണ് അവരിൽ എന്തുണ്ടാവുന്നത്? കുഞ്ഞ് കരഞ്ഞു കഴിഞ്ഞാൽ കെയർ ഗീവർ അല്ലെങ്കിൽ അല്ലെങ്കിൽ ആന്റി എന്നെ നോക്കുമെന്ന് കുഞ്ഞിനറിയാം അല്ലെ. ഉറക്കെ കരഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മുടെ കുട്ടികൾ എങ്ങനെയെന്ന് അറിയാലോ. അവര് കരഞ്ഞു കഴിയുമ്പോൾ നമ്മൾ എന്താണ്
അയ്യോ മോനെ എന്ത് പറ്റിയെന്ന് പറഞ്ഞാൽ ആ ഒരു അറ്റൻഷൻ കിട്ടാൻ വേണ്ടി കുട്ടികൾ ചെയ്യുന്നുണ്ട്. അത് ഇമോഷൻ അവരങ്ങനെ കാണിക്കുന്നതാണ് കേട്ടോ. ചിലവര് സ്വാഭാവികമായിട്ടുള്ള ഉണർന്നു വരുന്നതാണ്. അല്ലെങ്കിൽ ചില കുട്ടികൾ എന്താണ് അത് കിട്ടാൻ വേണ്ടിയിട്ട് കരയും. എന്നെ എടുക്കാൻ വേണ്ടിയിട്ട് കുഞ്ഞുങ്ങള് കരയുകയും ചെയ്യും. ആ ഒരു അറ്റൻഷനും അപ്രൂവൽ കിട്ടാൻ വേണ്ടി. ഇത് ചിലപ്പോൾ അവരെല്ലാവരെയും നോക്കിക്കൊണ്ടിരിക്കുകയായിരിക്കും. പക്ഷെ ഈ കുട്ടീനെ മാത്രം എടുക്കുന്നില്ലെന്ന് കാണുന്ന സമയത്ത് അവൻ ആ ഒരു ടെക്നിക്ക് അവിടെ, അല്ലെങ്കിൽ അവൻ ആ ഫീലിംഗ് അവിടെ രൂപപ്പെടുകയാണ്. എന്ത് എന്നെ കരഞ്ഞു കഴിഞ്ഞാൽ എന്നെ ആന്റി എടുക്കോ എന്നുള്ളത് ആ ഒരു മൈൻഡ് കുഞ്ഞിന് വരികയും കുഞ്ഞ് കരയുകയും ചെയ്യും. ഓക്കെ. Exhibit their dependency by sticking the person and crying when left with someone. This dependency behavior gradually decreases as children grow older. ഇനി ബിഹേവിയർ എങ്ങനെയാണ് കുറഞ്ഞായിരിക്കും വരുന്നത്? വലുതാവുന്നതിനനുസരിച്ച് കുറയും. വലുതാവുന്നതനുസരിച്ചിട്ട് ആ ഒരു ടെൻഡൻസി ഒക്കെ ഇമോഷൻസ് ഒക്കെ കൈകാര്യം ചെയ്യാനായിട്ട് കുട്ടികൾ പഠിച്ചു തുടങ്ങും അല്ലെ. അപ്പൊ വാശി ദേഷ്യമൊക്കെ എന്താണ് അത് ഡിക്രീസ് ചെയ്യപ്പെടുന്നത്, അത് കുറഞ്ഞു വരാനായിട്ട് തുടങ്ങുന്നു. ആസ് എ ചിൽഡ്രൻ എന്താണ് ഗ്രോ ഓൾഡർ അല്ലെ. ഇനി വളർന്നു വരുന്ന സമയമാകുമ്പോഴേക്കും എന്താണ് കുഞ്ഞില വ്യത്യാസങ്ങൾ, ഇമോഷൻ വ്യത്യാസങ്ങൾ മാറി വരും. Common fears among children are towards loud noises. പിന്നെന്താണ് അവരുടെ ഭയമൊക്കെ പിന്നീട് അങ്ങോട്ട് എങ്ങനെയുള്ളതായിരിക്കും? Common fears among children are towards loud noises. ഉയർന്ന ശബ്ദത്തോട് കൂടിയിട്ട്. അതായത് കോമൺ ഫിയർ എന്ന് പറയുന്നത് എന്താണ്? ഏതൊക്കെ തരത്തിലാണ് അവർക്ക് പ്രത്യേകമായ ഭയം ഉണ്ടാകുന്നത്? ഏതൊക്കെ സിറ്റുവേഷൻസിലാണ്? വലിയ സൗണ്ട് കേൾക്കാലോ, അല്ലെങ്കിൽ ഇരുട്ട്, അങ്ങനെയൊക്കെ ഉള്ള അങ്ങനെയൊക്കെ പേടി. ലൗഡ് ആയിട്ടുള്ള നോയ്സ്, ഭയങ്കര അധിഗംഭീരമായ ശബ്ദം കേട്ടാല്, ഡാർക്ക്നെസ്, ഇരുട്ട് പേടിയുള്ള കുട്ടികൾ ഉണ്ടായിരിക്കും അല്ലെ. ഇരുട്ട് പേടിയുള്ള ഇപ്പൊ എന്നെ തന്നെ ഞാൻ ഉദാഹരണം പറയാം. എനിക്കിപ്പോ ഒരു ഇരുട്ട് പേടിയാണ്. കുഞ്ഞില് മുതൽ എനിക്ക് ഇരുട്ട് പേടിയാണ്. ഇപ്പോഴും എന്റെ ഇരുട്ടിന്റെ പേടി മാറിയിട്ടില്ല. ടീച്ചറായിട്ട് പോലും എനിക്ക് ഇരുട്ട് പേടി മാറിയിട്ടില്ല. അത് നമ്മളുടെ അൺകോൺഷ്യസ് മൈൻഡിൽ അതങ്ങനെ സെറ്റ് ആയി കിടക്കുന്നത്. അതും ചില കാര്യങ്ങളൊന്നും നമുക്ക് ഒരിക്കലും മാറ്റാൻ പറ്റില്ല. എനിക്ക് സിനിമ തിയേറ്ററിന്റെ അകത്ത് കയറുന്നത് പേടിയാണ്. നമ്മൾ കയറി ചെല്ലുന്ന സമയത്ത് ഡോർ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഭയങ്കര ഇരുട്ടല്ലേ, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? ഒരു പെട്ടെന്ന് ഒരു ഫിയർ വരുമ്പോ ഇമോഷനാണത്. ഇപ്പൊ ഞാൻ കുറെ ഇപ്പൊ നോക്കേ വരുന്നുണ്ട്, എന്നാലും എനിക്ക് ആ ഇരുട്ട് കാണുമ്പോൾ പേടിയാണ്. അതുപോലെ തന്നെ നമ്മളുടെ റൂമില് ലൈറ്റ് ഇടാതെ എനിക്ക് ഉറങ്ങാൻ പറ്റില്ല. ഞാനും അങ്ങനെയായിരുന്നു മാം. പക്ഷേ ഞാൻ എപ്പോഴും ലൈറ്റ് ഇട്ടേ കിടക്കും. എനിക്ക് പേടിയാ. പ്രോസസ്സിലൂടെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. അങ്ങനെയുള്ള പേടികൾ എനിക്ക് രാത്രി പേടിയാ. പക്ഷെ വണ്ടി കുടിച്ചു പോകും. ഇപ്പോഴും പുറകെ നമ്മുടെ പുറകെ ആരൊക്കെ ഉണ്ടെന്നുള്ള രീതിയാണ്. പെട്ടെന്നായിരിക്കും അങ്ങോട്ട് പോണത്. ഇരുട്ടെന്താണെന്ന് അറിയില്ല, ഡാർക്ക്നെസ് പേടിയാണ്. അപ്പൊ നമുക്ക് കുട്ടികളെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അത് കുഞ്ഞിലേ തുടങ്ങുന്ന കാര്യങ്ങളൊക്കെ തന്നെ, അതൊരിക്കലും ഒന്ന് മാറ്റാൻ പറ്റുന്നു. അത് കോമൺ ഫിയർ, പെർമനന്റ് ഫിയർ. ഭയങ്കര ക്രൗഡിനെ പേടിയായിരുന്നു. ക്രൗഡിനെ പേടിയാണോ? ക്രൗഡിനൊന്നും പേടിച്ചത് എനിക്കല്ല, എന്റെ മക്കൾക്ക് ക്രൗഡിനെ ഭയങ്കര പേടിയാണ്. അനിമൽസ്, ചില കുട്ടികൾക്ക് പട്ടി, പൂച്ച അതിനൊക്കെ പേടിയായിരിക്കും. കോഴിയത് ഇതൊക്കെ എന്നെ വെച്ച് നോക്കാൻ ഇതൊക്കെ എനിക്ക് പേടിയാണ്. എനിക്കൊരു കോഴിക്കുഞ്ഞിനെ പോലും തൊടാൻ പേടിയാണ്, കിളികളെ പോലും തൊടാൻ പേടിയാണ്. ഇതൊക്കെ ഇപ്പൊ അത് ഒരു റീസൺ ഉണ്ട്. ഒരു ചെറിയ സമയത്ത് ഞാനൊരു അപ്പുറത്തെ വീട്ടിൽ പോയതാണ്. ഗേറ്റ് തുറന്ന് അപ്പുറത്തെ വീട്ടിൽ പോയ സമയത്ത് അവിടെ പട്ടി ഉണ്ടായിരുന്നു. നമുക്കറിയില്ല പട്ടി ഉള്ളതാണെന്ന്. ഒരു 4-5 വയസ്സുള്ള സമയത്താണ്. അപ്പൊ അന്ന് നടന്ന സംഭവമാണ്. പക്ഷെ ഞാൻ വീട്ടുകാരെ ആരെയും കാണാണ്ട് വീടിന് ചുറ്റും അവരെ അന്വേഷിച്ചതാണെന്ന് തിരിച്ചു വന്നപ്പോ എന്റെ മുമ്പിൽ പട്ടി വെക്കുന്നു. പട്ടിനെ കണ്ടപ്പോ തന്നെ നമ്മൾ പേടിക്കാറുണ്ടായിരുന്നു. പക്ഷെ പട്ടി ചങ്ങല അരിഞ്ഞെടുക്കുന്നു. അപ്പൊ ഓടി വന്ന് ശരിക്കും എന്റെ മേത്ത് വന്നിങ്ങനെ ഷർട്ടാണ് ഇട്ടിരുന്നത്, ബട്ടൺസ് ഉള്ള ഡ്രസ്സായിരുന്നു. ഇങ്ങനെ വന്നപ്പോൾ ഇങ്ങനെ അവർക്ക് പിടിച്ചു നിന്നോളൂ. പക്ഷെ നമ്മ പിന്നെ പോയില്ലേ പറയണോ? പട്ടിയൊക്കെ അങ്ങനെ വന്നു കഴിഞ്ഞാൽ അന്ന് തുടങ്ങിയുള്ള പേടിയാണ്. പിന്നെ എനിക്കൊരു എല്ലാ മൃഗത്തിനും പൂച്ച, പട്ടിയെല്ലാം അതിനും പേടിയാണ്. അപ്പൊ നമുക്ക് ആ ചൈൽഡ്ഹുഡിൽ കിട്ടിയേക്കണ ആ ഒരു ഇൻസിഡന്റ് ആണ് പിന്നീട് നമ്മളെ അങ്ങോട്ട് നയിക്കുന്നത്. അതിപ്പോ കുട്ടികളാണ് ശരിക്കും. നമ്മളാ ഒരു സമയത്താണ് അങ്ങനെ വന്നത്. ആ ഇമോഷൻ, ആ ഒരു പേടിയൊന്നും പിന്നീട് ഒരിക്കലും മാറില്ല. നിങ്ങൾക്ക് അനുഭവങ്ങൾ ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു അല്ലേ? എനിക്കിപ്പോഴും കാറ്റിനെ പേടിയാ. അങ്ങനത്തെ എന്തെങ്കിലും കാരണം വന്നതായിരിക്കും. എനിക്ക് അങ്ങനെ
ഇരുട്ടിനെ പേടി എന്ന് പറഞ്ഞില്ലേ, അത് നമ്മൾ ചെറുപ്പത്തിൽ ഇരുട്ടത്ത് ഇങ്ങനെ എന്തോ പേടിച്ചു പോകുന്ന ആ ഒരു കാരണം കൊണ്ട് വരുന്നതാ. അത് സൈക്കോളജി പഠിക്കുന്ന ടൈമിൽ ഒരു പ്രോസസ്സ് സാറ് ചെയ്യിപ്പിച്ചപ്പോ ആ ഒരു ഇരുട്ടിന്റെ പേടി എനിക്ക് മാറി കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ സൈക്കോളജി പഠിക്കുന്ന ടീച്ചറായിട്ട് എനിക്കൊന്നും അറിയത്തില്ല. എനിക്ക് 3 കിലോമീറ്റർ ദൂരെ പട്ടീനെ കണ്ടാലും ഞാൻ ഓടിപ്പോ. എനിക്കിപ്പോഴും പാറ്റയെ കണ്ടാ ഭയങ്കര പേടി, ഞാൻ വിളിച്ചു പോകും. പാമ്പ്, പട്ടിക്കാലം ഭയങ്കര പേടിയാണ്. പാമ്പിനെയും കണ്ടാലും ഭയങ്കര പേടിയാ. അന്നത്തെ ദിവസം ഞാൻ ഉറങ്ങൂല. ബാക്കിയൊന്നിനെ അങ്ങനെ പേടിയൊന്നുമില്ല. പേടിയാണ്. പ്ലേസ് ആണ് ഒബ്ജക്ട്സ്. ചില പ്ലേസസ് നമുക്ക് പേടിയായിരിക്കും അല്ലെ, ചില പ്ലേസസ് ചെന്നപ്പെട്ടാല് നമുക്ക് പേടിയായിരിക്കും. ഇപ്പൊ ഇരുട്ട് തന്നെ ആണോന്നില്ല, പകലാണെങ്കിലും ചില സ്ഥലങ്ങളിൽ ചെന്നാൽ നമുക്ക് ചിലപ്പോ ആ ചിലപ്പോ എന്തെങ്കിലും ഇൻസിഡൻസ് നടന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ ആക്സിഡൻസോ അല്ലെങ്കിൽ ആരെങ്കിലും മരണപ്പെടുക അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടായിരിക്കും. അല്ലെങ്കിൽ എന്താണ് ആ സ്ഥലത്തിന് ആ ഒരു ആ ചുറ്റുപാട് കാണുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു അന്തരീക്ഷം കാണുമ്പോൾ നമുക്ക് പേടിയാവും അല്ലെ. ഒരു നോർമലി ഒരു ഇമോഷൻ വരെയാണ്, നമുക്ക് ഒരു ഫിയർ വന്നുകൊണ്ടിരിക്കുകയാണ് നോർമലി. അങ്ങനെ ചില പ്ലേസസ് ചില സമയത്ത് ഭയങ്കര കാടൊക്കെ ഉള്ള സ്ഥലം അല്ലെങ്കിൽ ഒറ്റപ്പെട്ട ഒരു ഏരിയ, ഐസൊലേറ്റഡ് ഏരിയാസ് ഒക്കെ കാണുമ്പോൾ നമുക്ക് പേടിയാവും. മരണ വീട്ടിൽ പോകാൻ പേടിയാണ്, അതെല്ലാവർക്കും പേടിയാണ്. ഞാൻ പോവില്ല ഒരാൾ മരിച്ചാലും വീട്ടിൽ. എനിക്ക് പേടിയാണ്, ഞാൻ പോവില്ല. പിന്നെ ഒരാഴ്ച അതന്നെ ആയിരിക്കും മനസ്സില്. ഞാൻ പോണത് പറ്റാത്ത മനസ്സില് വല്ലാത്തൊരു, ഞാൻ പോവില്ല. എല്ലാവർക്കും ഉണ്ട് ഇപ്പൊ ഇതൊക്കെ. ഇതൊക്കെ ഇല്ലാന്ന് തോന്നുന്നല്ല. ചുരുക്കം 100-90% ആൾക്കാർ ഇതൊക്കെ ഉള്ള ആൾക്കാരാണെന്ന് തോന്നുന്നത്. പ്ലേസസ് അതുപോലെ തന്നെ ഒബ്ജക്ട്സ് എന്ന് പറയുമ്പോ എനിക്കിപ്പോ എന്റെ ഫ്രണ്ടിനെയാണ് ഓർമ്മ വന്നത്. ആൾക്ക് നമ്മുടെ കൂണില്ലേ, കൂണ് കണ്ടിട്ടില്ലേ നിങ്ങള്? അവള് ഞങ്ങളൊരു 5ാം ക്ലാസ് 5-4 പഠിക്കുന്ന സമയത്ത് ആൾക്ക് കൂണ് കാണുന്നത് പേടിയാണ്. കൂന്ന് വെച്ചാൽ നമ്മ അത് രശ്മി ഇതേ കൂണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രശ്മി പേടിക്കും. അങ്ങനെ മേത്തൊക്കെ ഇട്ട് കൊടുത്ത ഭയങ്കരമായിട്ട് കുട്ടി വൈബ്രണ്ട്. എന്താന്ന് മനസ്സിലാവും, കൂണിനെ കണ്ടപ്പോ നമുക്ക് എന്താ പേടി തോന്നുന്നത്? അതാണ് നമുക്ക് ഇതുവരെ എന്താന്ന് മനസ്സിലായിട്ടില്ല. കൂണ് കാണുമ്പോ ആള് പേടിച്ചെന്ന് ഓടാം. ഞങ്ങള് ആ സമയത്ത് എന്താണ് നമ്മൾ അതൊക്കെ പറിച്ച് അവിടെ മേത്തിട്ട് പേടിക്കാൻ വേണ്ടി. നമുക്കത് മുതലെടുക്കുന്ന സ്വഭാവമായിരിക്കുമല്ലോ ആ സമയത്ത്. അല്ലെങ്കിൽ എന്തൊരു പേടിയുണ്ടായിരുന്നു. ഇപ്പൊ നമ്മളെ വീട്ടിലൊക്കെ അടച്ചിടാറുണ്ട്, അത് വേറെ. പക്ഷെ ആൾക്ക് കൂണ് കണ്ടാ പേടിയാണ്. മദറിന്റെ സൈഡിലോ അല്ലെങ്കിൽ അവള് എവിടെ പോയാലും ആ സംഭവം തന്നെ ആൾ പേടിച്ചു കൊടുക്കും. അതുപോലെ തന്നെ പല കുട്ടികളിലും പല ഒബ്ജക്ട്സ് കാണുന്ന സമയത്ത് അപ്പൂപ്പന്താടി, എന്റെ മോൾക്ക് അപ്പൂപ്പന്താടി. കൂണിന്റെ പേടി അങ്ങനെ ഒരു സംഭവമുണ്ട്. എനിക്ക് ഒരു പുതപ്പുണ്ട്, അത് കാണുമ്പോ എനിക്ക് ഭയങ്കര പേടി. അതിലിങ്ങനെ ഈ എന്താ ഒരു തൊങ്ങലൊക്കെ പോലെ ഒരു പുതപ്പ്, അത് കാണുമ്പോ എനിക്ക് ഭയങ്കര പേടി. ഞാൻ ഉറങ്ങുമ്പോ വരെ എന്റെ മേത്ത് കൊണ്ടിട്ട് അപ്പൊ ഞാൻ എഴുന്നേക്കും. അതൊക്കെ ഇപ്പോഴും പേടിയാ കാണുന്നത്. എന്റെ മോൾക്ക് അപ്പൂപ്പന്താടി ഭയങ്കര പേടിയാ. അപ്പൂപ്പന്താടി എല്ലാവർക്കും ഉണ്ടതൊക്കെ. ചിലര് തവളേനം പേടിയാണ്, പാമ്പ്, അങ്ങനെ പല ഒബ്ജക്ട്സ്. ചില നല്ല ഭംഗിയുള്ള പാമ്പിനെ കണ്ടാൽ, പാത്രമൊക്കെ കണ്ടാൽ പോലും പേടിക്കും. ചില പാത്രമൊക്കെ ഇരിക്കാൻ വേണ്ട, അത് കണ്ടിങ്ങനെ ചൂണ്ടി കാണിച്ച് പേടിക്കും. ഇതിന് പേടിയായിട്ടാണ് അത്, എന്താണെന്ന് മനസ്സിലാക്കട്ടെ. അത് അവരിൽ ഉണ്ടാകുന്ന കോമൺ ഫിയേഴ്സ് ആണ്. എന്തൊക്കെയാണ് കോമൺ ഫിയേഴ്സില്? ലൗഡ് നോയ്സസ് പേടിയായിരിക്കും, ഡാർക്ക്നെസ്, അനിമൽസ്, സ്ട്രേഞ്ച് പേഴ്സൺസ്, പ്ലേസസ് ആൻഡ് ഒബ്ജക്ട്സ്. Children cry at one moment and the next moment they become happy. Their emotions are transient and intense. It is voluntary to children vary in their emotions. This variation depends on the state of the physical health and the socio-emotional environment at home. എങ്ങനെയാണ് കുട്ടികളിൽ എന്താണ് മൊമെന്റ്സ്, വിഷമിക്കുന്ന മൊമെന്റ്സ് പെട്ടെന്ന് തന്നെ ആ നെക്സ്റ്റ് മൊമെന്റിൽ കുഞ്ഞെന്താണ് ഹാപ്പി ആവുന്നു അല്ലെ. The next moment they become happy. Their emotions are transient and intense, voluntary too. അല്ലെ, അവരുടെ ഇമോഷൻസ് ഒരിക്കലും നമ്മൾ പറഞ്ഞ പോലെ എന്താണ് ടെമ്പററി ആണ് അല്ലെ. അവര് സെൻസിറ്റീവ് ആണെങ്കിൽ കൂടി എന്താണ് കുട്ടികൾ ഇമോഷൻസ് ഇങ്ങനെ മാറി മറിഞ്ഞു വന്നുകൊണ്ടേയിരിക്കും. ഒരിക്കലും അത് സ്റ്റേബിൾ ആയിട്ട് അവിടെ നിൽക്കുന്നില്ല. ഓക്കെ, variation depends on the state of their physical health and the socio-emotional environment at home. എന്താ പറയുന്നത്?
അപ്പൊ ഈ വേരിയേഷൻസ് ഒക്കെ കുട്ടികളിൽ ഉണ്ടാകുന്ന ഇമോഷൻ ചേഞ്ചസ് ഒക്കെ എന്തിനു ഹെൽപ്പ് ചെയ്യുന്നെന്നാണ് പറയുന്നത്? ഡിപ്പെൻഡ്സ് ഓൺ ദ സ്റ്റേറ്റ് ഓഫ് ദെയർ ഫിസിക്കൽ ഹെൽത്ത് ആൻഡ് സോഷ്യൽ ഇമോഷണൽ എൻവയൺമെന്റ്. അല്ലെ, അവരുടെ ശാരീരികമായും സാമൂഹ്യ വൈകാരികമായിട്ടുള്ള ആ ഒരു വളർച്ചയെ, ആ ഒരു വികസനത്തിന് ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്താണ്? ഇത്തരത്തിൽ ഇമോഷൻസുകളാണ്, ഇത്തരം വൈകാരികമായിട്ടുള്ള പ്രവണതകളാണ് കുട്ടികളിൽ എന്താണ് ഓരോ എന്ത് അവരുടെ ഫിസിക്കൽ ഹെൽത്തിനെ കൂടി പ്രൊമോട്ട് ചെയ്യുന്നതെന്ന് പറയുന്നത് കേട്ടോ. ട്രാൻസിയന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്ഷണികമായിട്ട്, അതായത് ഇമോഷൻസിനെ അവർക്ക് ശരിക്കും അക്സെപ്റ്റ് ചെയ്യും. എന്ത് ഇമോഷൻസ് ആണെങ്കിലും എന്താണ് കുട്ടികളെ അക്സെപ്റ്റ് ചെയ്യും അല്ലെ. അവരങ്ങനെ തിരസ്കരിച്ചൊന്നും വിടുന്നില്ല. അങ്ങനെ ട്രാൻസിയന്റ് എന്ന് വെച്ചാൽ ക്ഷണിക്കാം കേട്ടോ, ക്ഷണികമായി എന്നുള്ളത് മീനിങ്. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ വരുന്ന സമയത്ത് ഈ ഫാക്ടേഴ്സ് ദാറ്റ് ഇൻഫ്ലുവൻസ് ഇമോഷൻ ഡെവലപ്മെന്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സുകൾ എന്തൊക്കെയാണെന്നൊന്ന് നോക്കിയിട്ട് വരണം കേട്ടോ. ഓക്കെ മാം. ഓക്കെ, ഒന്ന് ലെഫ്റ്റ് ആയിക്കോളൂ. Thank you, ma'am. Thank you, ma'am. Thank you, ma'am. സൈനിങ് ഇന്നോ സൈൻ ഔട്ട്? Ma'am, sign out ഞാൻ പറയാം. Thank you, ma'am. Thank you so much for your wonderful class, ma'am. Thank you all. If you want to shine like a sun, first burn like a sun. APJ Abdul Kalam. Sign out by Jodi from Palakkad. Thank you, ma'am. Thank you, ma'am. Thank you, ma'am. എനിക്ക് ദേഷ്യം പിടിക്കണ്ട കേട്ടോ. എന്ത് കളിക്കാം?